അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി വെളിച്ചത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹജ്ജാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ ഹജ്ജ്. ഇസ്ലാം കാര്യം നമ്മളിങ്ങനെ എണ്ണി പറയുമ്പോൾ അഞ്ചാമത്തത് ഹജ്ജാണ് എന്ന് നമ്മൾ ചെറുപ്പത്തിലെ മദ്രസ ക്ലാസ് മുതൽ തന്നെ പറഞ്ഞു പഠിച്ച ഒരു സംഗതിയാണ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ അത് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ്. അതും അവന് 3 സംഗതികൾ ഒത്തുവരണം എന്നാണ്. അവന് സമ്പത്ത് ഒക്കണം, ശാരീരികമായ കഴിവുണ്ടാകണം, വഴി ഒക്കണം. ഇന്ന് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ അതുപോലുള്ള മറ്റ് സംഗതികളെല്ലാം ഒത്തുവരിക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് റജ കയൗമി വലദത്തുഹു ഉമ്മു, അല്ലേ? ഉമ്മ പ്രസവിച്ച അന്നത്തെ ആ പരിശുദ്ധ വിശുദ്ധിയോടുകൂടി അവൻ ഹജ്ജ് ചെയ്ത് മടങ്ങുന്നു എന്നാണ്. ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രക്ക് വിശുദ്ധിയോടുകൂടി മടങ്ങുന്നു. അങ്ങനെ പറഞ്ഞ മറ്റൊരു ആരാധനയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൽ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഹജ്ജിനെ കുറിച്ച് അബ്ദുള്ള മണിമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ലേഖനം എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് മഹ്ശറിൽ നിന്ന് മടങ്ങുന്നവർ എന്നാണ്. മഹ്ശറിൽ നിന്ന് മടങ്ങുന്നവർ. മഹ്ശർ നമുക്ക് ഒരിക്കലും മടങ്ങാൻ പറ്റില്ല. പക്ഷെ ഹജ്ജ് ചെയ്ത്, കാരണം അയാൾ അവിടെ മരിക്കുകയാണ്. ഒരു പുതിയൊരു ജീവിതം, ചെറിയ കുഞ്ഞിനെ പോലെ അവൻ്റെ ആ ആദിമ വിശുദ്ധിയിലേക്ക് തിരിച്ചുപോയി പരിശുദ്ധനായി വരികയാണ്. അപ്പം അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഈ മഹ്ശറിൽ നിന്ന് മടങ്ങുന്നവർ. ഭൂമിയിൽ തന്നെ ഒരാൾക്ക് അയാളുടെ പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങാൻ പറ്റുന്നു. അറഫ എന്ന് പറയുന്നതും ഒരു മഹ്ശർ പോലുള്ള അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറാണ് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുന്നവൻ അത്രക്ക് പരിശുദ്ധിയോടുകൂടി മടങ്ങുന്നു എന്നാണ്. ഇപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തെ പുനരാവിഷ്കരിക്കുകയാണ് വിശ്വാസികൾ. ആ കുടുംബം ചെയ്ത ആ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്ത കർമ്മങ്ങളെ വിശ്വാസി അവൻ കർമ്മങ്ങളിലൂടെ പുനരാവിഷ്കരിച്ചു കൊണ്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഹജ്ജിൻ്റെ ചരിത്രം? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നിയാസ് സാഹിബ് ചോദിച്ചത്. ശരിക്കും ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് അതിൻ്റെ ചരിത്രം. നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നോമ്പ് നിർവഹിക്കുന്നുണ്ട്, സക്കാത്ത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നുമില്ലാത്ത സവിശേഷമായ ഒരു ചരിത്ര പ്രാധാന്യം ഹജ്ജിനുണ്ട്. ഒരർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ ചരിത്രത്തിലേക്ക് നടന്നു പോവുക. അത് ഏകദേശം 4000 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഇപ്പോൾ നമുക്ക് ഈ ചരിത്രം, എഴുതപ്പെട്ട ചരിത്രത്തിന് മുമ്പുള്ള കാലത്തെ കൃത്യമായി കാലം നമുക്ക് കണക്കാക്കുക വയ്യ. എന്നാലും പൊതുവെ പറയുന്ന കണക്കനുസരിച്ച് ചുരുങ്ങിയത് 4000 വർഷങ്ങൾക്ക് മുമ്പേക്ക് നടക്കുകയാണ് ഒരാൾ ചെയ്യുന്നത്. കാരണം ഹജ്ജ് ആരംഭിക്കുന്നത് ഇബ്രാഹിം നബിയുടെ കാലം മുതലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഈ ജനങ്ങളിൽ ഹജ്ജിന് വരാൻ അനൗൺസ് ചെയ്യുക. ആ ഹജ്ജിന് വേണ്ടിയിട്ട് ആളുകൾ വരാൻ വേണ്ടിയിട്ട് വിളംബരം ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നിങ്ങൾ ഹജ്ജിന് വരിക. അതിൻ്റെ പശ്ചാത്തലം അവിടെ ആ കഅബയെ പുനർനിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം. അവിടെ അവരുടെ ഇസ്മായിലിൻ്റെ ഉമ്മ ഹാജറുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. ആ കുടുംബം അവിടെ താമസിച്ച് അവിടെയുള്ള അള്ളാഹുവിൻ്റെ ഭവനം പുനർനിർമ്മിച്ച് അവിടെ ജനങ്ങളെ അങ്ങോട്ട് ആകർഷിച്ച്, കാരണം അവിടെ സംസം ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ജനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ, അവിടെ ഒരു സമൂഹം ഉണ്ടാകുന്നു. എന്നിട്ട് ആളുകളെ ഈ കഅബാലയം സന്ദർശിക്കുവാനും ഹജ്ജ് ചെയ്യാനും ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുക. ഒരർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പത്നി ഹാജർ,
അവരുടെ പുത്രൻ ഇസ്മായിൽ, ഇവരുടെയൊക്കെ ചരിത്രത്തിന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന കർമ്മങ്ങളാണ് ഹജ്ജിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഹജ്ജിലെ ഓരോ കർമ്മത്തിലും ഈ ചരിത്രാവശിഷ്ടങ്ങളുണ്ട്. ഈ നിയാസ് സാഹിബ് ചോദിച്ചതുപോലെ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇതൊന്നും അറിയാതെ ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിന്റെ റൂഹ്. ഇപ്പോ ഹജ്ജിലെ സഅയ്, ശരിക്കും ഹാജറിന്റെ ആ സഫാ മറുവ ഇടയിലുള്ള ആ കുഞ്ഞിന് വെള്ളം കിട്ടുമോ, ഭക്ഷണം കിട്ടുമോ? അപ്പോ ഒരു ഉമ്മയുടെ, ഒരു മാതാവിന്റെ തനിക്ക് ജീവിക്കാൻ ആവശ്യമായ ആ വിഭവം തേടിയുള്ള ഓട്ടം, പ്രയത്നം, അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അത് സഅയ് എന്ന് പറയുമ്പോൾ തന്നെ അത് പരിശ്രമമാണല്ലോ. സഅ എന്ന് പറഞ്ഞ സഅയ് പരിശ്രമം. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്. സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകും. അവിടെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കും. അവിടെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ അപ്പുറം പോയിരിക്കും. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ആ പരിശ്രമം അവിടെ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. പക്ഷെ ഹാജർ അതല്ല ചെയ്യുന്നത്. ഹാജർ ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ തുടരുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പരിശ്രമത്തിന്റെ ഒപ്പം വേറൊരു സംഗതിയും കൂടെ നമുക്ക് അതിൽ ഹാജറിൽ കാണാൻ കഴിയുന്നത് എന്താണ്? പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണല്ലോ അവിടുന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓടൂല. അപ്പോൾ ആ പ്രതീക്ഷ, അല്ലെ, പ്രതീക്ഷയും പ്രാർത്ഥനയും. അപ്പൊ ഇതിൽ നിന്ന് രണ്ട് പാഠം പ്രധാനമായിട്ടുണ്ട്. ഒന്നിപ്പോ നിരന്തര പരിശ്രമം. ഒരാൾ കണ്ടിന്യൂസ് എഫേർട്ട് എന്ന് പറയില്ല. ഒന്നങ്ങോട്ട് ഓടുന്നു, പിന്നെ ഓടുന്നു. ഇങ്ങനെ, അതായത് ഞാൻ വിചാരിച്ച, ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം. പിന്നീട് പടച്ച തമ്പുരാനിലുള്ള പ്രതീക്ഷ, അത് വല്ലാത്തൊരു സംഗതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ മക്കത്ത് നീ അസ്കന്തുമിൻ ദുരിയത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ അവരെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവരവിടെ നിശ്ചയിച്ച് അദ്ദേഹം പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഹാജർ. എവിടേക്കാണ് ഈ പോക്കെന്ന് ചോദിക്കുന്നത്. ഒരു മറുപടി ഇല്ല. അവസാനം ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക്കഹാദ, അല്ല പറഞ്ഞതാണോ ഇത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബല നാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അപ്പോ അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ ശരിയായ പ്രതീകമാണ് ഹാജർ. അപ്പൊ നമ്മൾ ഇപ്പോ സഅയ് നടത്തുമ്പോൾ ഈ ചരിത്രത്തെ പുനരാവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ആ സഅയൊക്കെ നടത്തി പുറത്തേക്ക് വരുമ്പോൾ, അതെല്ലാം കഴിഞ്ഞ് ആ മറുവയിൽ നിന്ന് അവൻ തഹല്ലുലായി അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു വിശ്വാസി, അവന് പിന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, പ്രതീക്ഷയും എല്ലാം. ഇന്നത്തെ ലോകത്ത് നിരാശനായി കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശ്വാസി ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. സഅയ് നടത്തി വരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഒരു നിരാശ എന്ന് പറയുന്ന ഒരു സംഗതി അവനിൽ ഉണ്ടാവാൻ പാടില്ല. പ്രതീക്ഷയും അതുപോലെ തന്നെയുള്ള പടച്ചവനുള്ള അടിയുറച്ച ആ വിശ്വാസവും ഒക്കെ ആയിട്ട് തിരിച്ചു. അപ്പോ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിപ്പണിയുന്ന ഒരു ആരാധനയാണ് ഹജ്ജ്. ഒരർത്ഥത്തിൽ ഹജ്ജിന്റെ പ്രാധാന്യം ചോദിക്കാതിരിക്കുന്നു. അപ്പൊ ഹജ്ജിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പോ നിയാസ് സാഹിബ് തുടങ്ങിയത് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കൽ നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. നമുക്ക് നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഇതൊക്കെ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ്. ഹജ്ജിന്റെ സവിശേഷത അത് ആയുസ്സിൽ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോ അത്രയും മഹത്തരവും പ്രാധാന്യവുമുള്ള ഒരു കർമ്മമാണത്. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. വിശേഷിച്ചും ഹജ്ജ് ചെയ്യാൻ സൗകര്യമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ പോകാത്ത ആളുകൾ, അവർ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹു പറയാണ്, മനുഷ്യർക്ക് നിർബന്ധമാണ്, അള്ളാഹുവിനോട് അവർ ചെയ്യേണ്ട നിർബന്ധ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ വീട്ടിൽ എത്താൻ കഴിയുന്നവർ അവിടെ എത്തി ഹജ്ജ് ചെയ്യുക എന്നത്. എത്ര കൃത്യം, എത്ര വ്യക്തം! അള്ളാഹുവിൻ്റെ വീട്ടിലെത്തി
ആ വീടിന് അനുസരിച്ചുള്ള നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് അള്ളാഹുവിനോട് ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യത. എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യം കൂടി അതിനോട് ചേർത്ത് വെക്കണം. വമൻ കഫറ. ഇനി ആരെങ്കിലും സൗകര്യം ഉണ്ടായിട്ടും ഹജ്ജിന് പോകാതെ കാഫിറായാൽ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് നിങ്ങൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു നിർബന്ധമില്ല. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് നിങ്ങൾക്കുണ്ട്, അനുഗ്രഹം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യം നിങ്ങൾക്കുണ്ട്, പോകാനുള്ള സൗകര്യവും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ പോകുന്നില്ല. ചില ആളുകൾ ഞാൻ പറയാറുള്ളത് കുറച്ച് കഴിയട്ടെ എന്നാണ്. ഇത് ഒരു 50-60 വയസ്സൊക്കെ ആവട്ടെ, മക്കളെ കെട്ടിക്കട്ടെ, ജോലി അവർക്ക്. പ്രയോറിറ്റിയിലെ ഏറ്റവും അവസാനത്തേതാക്കാണ് ഹജ്ജ്. ഇയാളുടെ കയ്യിൽ കാശുണ്ട്, സംവിധാനമുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മൾ എന്തിനൊക്കെ പൈസ സ്വരൂപിക്കാറുണ്ട്. വീട് വെക്കാൻ ഒരാൾ പൈസ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നിയാസായി പറഞ്ഞതുപോലെ മകളെ കെട്ടിക്കാൻ പൈസ മാറ്റി വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഒരാൾക്ക് എന്തുകൊണ്ട് ഹജ്ജിന് പൈസ മാറ്റി വെക്കുന്നില്ല? ഒരാൾ മാറ്റി വെക്കാൻ കഴിയുന്നതാണല്ലോ. ഈ ഹജ്ജ് ചെയ്യല് ആർക്കൊക്കെ നിർബന്ധം എന്ന് പറഞ്ഞപ്പോ അവിടെ സാമ്പത്തികമായ കഴിവ്, ശാരീരികമായ കഴിവ് വഴി ഇതൊക്കെയാണ് പറഞ്ഞത്. അവിടെ മക്കളെ കെട്ടിക്കണമെന്നോ വീട് വെക്കണമെന്നോ ഇതൊന്നുമല്ല പറഞ്ഞത്. അതിന്റെ അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റു സംഗതികൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, സാമ്പത്തികമായ മറ്റു കഴിവുകൾ വന്നു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. അത് ഹജ്ജ് കമ്മിറ്റിയിൽ നറുക്കെടുപ്പിൽ കിട്ടിയിട്ട് തന്നെ പോകണമെന്നില്ല. അങ്ങനെയുണ്ട് ആളുകൾ. ഹജ്ജ് കമ്മിറ്റി കിട്ടിയില്ല നമുക്കൊന്നും പറഞ്ഞ് ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണ്ട. അതില്ല, നമ്മൾക്ക് കഴിവ് എപ്പോഴാണോ അത് ചെയ്യണം. എന്ന് മാത്രമല്ല, ഇതില് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ യുവത്വകാലത്ത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ, സമ്പത്തുണ്ടോ, ഹജ്ജ് അപ്പ ചെയ്താൽ അപ്പോൾ കിട്ടുന്ന ആ ആവേശം, ആ ശക്തി, ആ ഊർജം ഇത് നിങ്ങൾ വയസ്സായിട്ട് വടിയും കുത്തിപ്പിടിച്ച് ചെയ്താൽ കിട്ടില്ല. ചോര നീരാകുന്ന പണിയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മള് വെള്ളമാകും, എല്ല് വെള്ളമാകും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആരോഗ്യം അതിലെടുത്ത് പറഞ്ഞത്. പിന്നെ വേറൊരു സംഗതി അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കും, നമ്മളിങ്ങനെ ഈ മാറ്റിവെക്കലുണ്ടല്ലോ, ചിലപ്പോൾ ഇത് വളരെ അപകടം ചെയ്യും. ഇപ്പൊ എനിക്ക് ഈ വർഷം ഹജ്ജിന് പോകാൻ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കണം അടുത്ത കൊല്ലം പോയാൽ മതി. അടുത്ത കൊല്ലം ആകുമ്പോൾ പിന്നെ ഞാൻ ഒരു കൊല്ലം കൂടി അടുത്ത കൊല്ലം ആക്കാം. ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഇയാൾക്ക് രോഗം വരാം, ഇയാൾ കിടപ്പിലാകാം. സൗകര്യം ഉണ്ടായിട്ടും പോകാൻ വേണ്ടി ഒരു പണിയെടുക്കാതെ അടുത്ത കൊല്ലം, അതിൻ്റെ അടുത്ത കൊല്ലം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചാൽ പിന്നീട് ഒരിക്കലും പോകാൻ പറ്റാത്ത വിധം. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംഗതി ഓർമ്മ വന്നത്, നമ്മൾ കുവൈത്തിൽ നിന്ന് 2013 വരെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പലരെയും കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഹജ്ജിന് കൊടുത്തൂടെ എന്നുള്ള. അപ്പോൾ ചിലർ പറയും അടുത്ത തവണ ആവട്ടെ ഇങ്ങനെ മാറ്റി വെച്ച് പിറ്റത്തെ വർഷം മുതൽ അതങ്ങ് ബ്ലോക്കായി. ഇപ്പോഴും നമുക്കത് ഓപ്പണായി കിട്ടിയില്ല. കുവൈത്തിൽ നിന്ന് നമുക്ക് അജ്നബികൾക്ക് പോകാൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവരെ കാണുമ്പോൾ ആലോചിക്കണം, കുറച്ച് ഇവർക്ക് ഇപ്പോഴും അത് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പം പിന്നെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാട്ടില് ഏജൻസികളെ, അതിപ്പോൾ 2 വർഷമായിട്ട് തുടങ്ങിയ ഇത്രയും അങ്ങനെ അവരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷം അതെന്ത് സംഭവിച്ചു, അവർക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഞാൻ ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാളെടുത്ത് ചോദിച്ചു, ഒരു ചെറുപ്പക്കാരാണ്, അടുത്ത് വെച്ച് ഹജ്ജിനൊന്നും പോയിക്കൂടെ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പാസ്പോർട്ട് അപ്പൊ തന്നു. ചില ആളുകളുണ്ട് പെട്ടെന്ന് അതില് പോകും. ഇവിടെ കുവൈത്തിൽ നിന്നിട്ട് ഇതിന്റെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന അറബ് നാട്ടിലാണ്. ഇവിടുന്ന് ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറോ ഡ്രൈവ് ചെയ്താൽ നമുക്ക് എവിടെ എത്താം? മക്കത്തെത്താം. വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റിൽ പോയാൽ മക്കത്തെത്താം. അതായത് മക്കയുടെ കാബയുടെ ചാരത്ത് ജീവിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്താൽ ഇവിടെ നിന്ന് കരഞ്ഞ് മടങ്ങേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ ഗൗരവത്തിൽ എടുത്തില്ല. പിന്നെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടു, നല്ല ജോലി ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവിടുന്ന് സ്ട്രക്ചറിലാണ് നാട്ടിൽ. പിന്നെ വഴി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വഴി മുടങ്ങിയിട്ടുണ്ട്, ശരിക്കും വഴി ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് സൗകര്യപ്പെടും. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നിയാസ് സാഹിബ് ഈ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ആലോചിക്കണം. 350 ദീനാറിനൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോയ സൗകര്യം ഉണ്ടായിരുന്നു. എത്ര സുഖമായിരുന്നു എന്നൊന്നറിയാം. അന്നൊക്കെ ഹജ്ജിന് പോകാതെ വെറുതെ മടിച്ച് അടുത്ത കൊല്ലാവാം, പിറ്റത്തെ കൊല്ലാവാം എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ പിന്നീട് എല്ലാം ബ്ലോക്കായപ്പോൾ സങ്കടപ്പെട്ട്
ഇനി എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പോഴാണ് ഈ സൗകര്യമൊക്കെ വന്നത്. ഇതും എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും, വിശേഷിച്ച് ആരോഗ്യമുള്ള ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ കാഫിറാവാതിരിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് നിങ്ങൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യണം നിർബന്ധം. നിങ്ങളുടേതാണ് ആവശ്യം. നിങ്ങൾക്ക് അള്ളാഹു ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, എന്നിട്ട് ഹജ്ജ് ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത തീർക്കുക. മറ്റൊരു കാര്യം, ഇപ്പൊ ഇതില് ഹജ്ജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു ഊർജം ഈ ഹജ്ജിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നതിന്റെ കാരണം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള. നമസ്കാരം ശാരീരികമായ ആരാധന, സക്കാത്ത് സാമ്പത്തികമായ ആരാധന, നോമ്പ് ഒരർത്ഥത്തിൽ ആത്മീയവും ശാരീരികവുമായ ആരാധന. ഹജ്ജ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ സാമ്പത്തികമായ ആരാധന ഉണ്ട്, അതിൽ ശാരീരികമായ ആരാധന ഉണ്ട്, അതിൽ ജിഹാദ് ഉണ്ട്, അതിൽ ചരിത്രമുണ്ട്. ഇങ്ങനെ എല്ലാം കൂടിയ ഒന്നാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർവഹിക്കുമ്പോൾ തീർച്ചയായും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹജ്ജ് ചെയ്ത ആള്, ശരിക്ക് മബ്രൂറായ ഹജ്ജ് ചെയ്ത ആള്, അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗ്ഗം ഉറപ്പാന്നാണ്. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ ആ അർത്ഥത്തിലും ഹജ്ജ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ചെറുപ്പക്കാരോട് മാത്രമല്ല എല്ലാവരോടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എത്രയും പെട്ടെന്ന് നമുക്കതിന് കഴിവ് വന്നു കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കുക. ഓരോരുത്തരും സ്വയം പരിശോധിക്കണം, തനിക്ക് അതിനുള്ള അവസ്ഥ ആയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിക്കുക, എന്നിട്ട് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഈ ഹജ്ജിന്റെ കർമ്മശാസ്ത്രം എങ്ങനെയാണ്, ഹജ്ജിന്റെ റുക്നുകൾ എന്തൊക്കെയാണ്, വാജിബുകൾ എന്താണ്, സുന്നത്തുകൾ എന്താണ് തുടങ്ങിയ സംഗതികൾ ഹജ്ജിന്റെ കർമ്മത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഹജ്ജ് 3 തരത്തിൽ ഹജ്ജ് ചെയ്യാം. ഹജ്ജ് ഒറ്റക്ക് ഹജ്ജിന് വേണ്ടി മാത്രം ഒരാൾക്ക് പോയിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാം. പിന്നെ ഇഫ്രാദ്. ഒരാൾക്ക് ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ഇഹ്റാമിൽ രണ്ടും ചെയ്യാം. ഉദാഹരണത്തിന് ദുൽഹജ്ജ് 7 ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. അയാൾ നേരെ വന്ന് മക്കയിൽ വന്ന് തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. എന്നിട്ട് ദുൽഹജ്ജ് 8 ഇഹ്റാമിൽ നിന്ന് വിരമിക്കാതെ ദുൽഹജ്ജ് 8 അയാൾ മിനയിൽ വരുന്നു. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അവസാനം ദുൽഹജ്ജ് 10-ാം തീയതി അയാൾ മുടിയെടുക്കുകയും പിന്നെ തവാഫുൽ ഇഫാദയൊക്കെ ചെയ്യുന്നതോടുകൂടി അയാൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നു. ഇതിന് തവാഫുൽ ഖുദൂം തന്നെ ഈ ഉംറയുടെ തവാഫായിട്ട്. അതെ. അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ തവാഫുൽ ഖുദൂം എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഹജ്ജ് ഉണ്ടല്ലോ, ഇഫ്രാദായ ഹജ്ജ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ വരുമ്പോൾ തവാഫ് പ്രത്യേകമായി ചെയ്ത് തവാഫുൽ ഖുദൂം ചെയ്ത് അയാൾക്ക് ഹജ്ജിലെ ബാക്കി കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്നാൽ ഈ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്ന അയാൾക്ക് സ്വാഭാവികമായും ഉംറ ഉണ്ടാവും. ഉംറയുടെ തവാഫുൽ ഖുദൂമായിട്ട് പരിഗണിക്കുക. എന്തായിരുന്നാലും നിയാസ് സാഹിബ് ഇത് ചോദിച്ച സ്ഥിതിക്ക് തവാഫുൽ ഖുദൂമിലാണ് ഈ നമ്മളുടെ വലത്തെ ചുമല് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഭാഗം ഒഴിവാക്കിയിട്ടുള്ള ഇൽത്തിബാ എന്ന് പറയുന്ന രീതി ചെയ്യേണ്ടത്. അപ്പോൾ അതും പിന്നെ ഈ ആദ്യത്തെ 3 ചുറ്റൽ ഒന്ന് ഇളകി റംല് എന്ന് പറയുന്ന സംഗതി, ഇത് രണ്ടും സുന്നത്താകുന്നത് തവാഫുൽ ഖുദൂമിലാണ്. അതയാൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇനി വരുന്ന തവാഫിനൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ അത് അതെ അതൊന്നും ആളുകൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോ 2 ഉംറയും ഹജ്ജും കൂടി ചേർത്ത് ഒരൊറ്റ ഹിറാമിൽ ചെയ്യുന്നതാണ് ഈ ഖിറാൻ എന്ന് പറയുന്നത്.
പൊതുവെ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തു എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്ന രീതി തമത്വമായ രീതിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും കുവൈത്തിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ സാധാരണ ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ചായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചും കൂടി വിശദമായി സംസാരിക്കുക. അതെങ്ങനെയാന്ന് വെച്ചാൽ, പോകുന്ന ആള് ആദ്യം മീഖാത്തിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അങ്ങനെ അയാൾ മക്കത്തെത്തി കഅബയിലെത്തി തവാഫ് ചെയ്യുന്നു, സഅയി ചെയ്യുന്നു, മുടി പൂർണ്ണമായും വെട്ടുന്നു, അല്ലെങ്കിൽ മുടി വടിക്കുന്നു. അതോടുകൂടി അയാളുടെ ഉംറ കഴിഞ്ഞു. പിന്നീട് അയാൾ മക്കത്തോ പരിസര പ്രദേശങ്ങളിലോ താമസിക്കുകയാണ്. അപ്പോഴൊന്നും അയാൾ പിന്നീട് ഇഹ്റാമിലല്ല, അതായത് ഇഹ്റാമിൽ നിന്ന് അയാൾ വിരമിച്ചു. അപ്പം അയാൾക്ക് സാധാരണ മനുഷ്യരെ പോലെയൊക്കെ ജീവിക്കാം. പിന്നീട് ദുൽഹജ്ജ് 8-ാം തീയതി, കുറച്ചുകൂടി നേരത്തെ പോകുന്ന ആളാണ് 7-ാം തീയതി, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ റൂമിൽ നിന്ന് അയാൾ മീഖാത്തിൽ പോവേണ്ടതില്ല. റൂമിൽ നിന്ന് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് എന്നിട്ട് പിന്നീട് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി പിന്നെ 10-ാം തീയതിയോ 11-ാം തീയതിയോ അയാൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നു, ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉംറ വേറെ ഹജ്ജ് വേറെ, ഇതിനിടയിൽ ഒരു ഗ്യാപ്പ്. ഇതിനാണ് തമത്വമായ രൂപത്തിൽ ആസ്വാദനം, അവർക്കൊരു ആസ്വാദനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിർബന്ധമായി വരുന്ന ഒരു കാര്യമാണ് ബലി. ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്നവരും തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്നവരും ബലിയെറുക്കണമെന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. തമത്വമായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾ എന്തായിരുന്നാലും ബലിയെറുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവർക്ക്, അതായത് ഉംറാദ്യം ചെയ്തു, എന്നിട്ട് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു, പിന്നെ ഹജ്ജ് ചെയ്തു, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് തമത്വം. അപ്പോൾ ഈ 3 രൂപത്തിലും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഹജ്ജ് ചെയ്യുന്നത് എന്നാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് തമത്വആയ ഹജ്ജിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം ഉംറയാണല്ലോ ചെയ്യുന്നത്. ഉംറയുടെ കർമ്മങ്ങളൊന്ന് വിശദീകരിക്കാം. ഉംറ നമുക്കിപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിൻ്റെ യാത്രയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഉംറ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉംറക്ക് ഏത് സമയത്തും പോവാം. ഉംറയുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. 4 കർമ്മങ്ങളേ ഉള്ളൂ ഉംറ. ഒന്ന് ഇഹ്റാം, മറ്റൊന്ന് തവാഫ്, മൂന്നാമത്തെ സഅയി, നാലാമത്തത് മുടിയെടുക്കൽ അല്ലെങ്കിൽ മുടി വടിക്കൽ. ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. വളരെ ലളിതമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പോകുമ്പോൾ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കർമ്മങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇഹ്റാം എന്ന് പറയുന്നത് ഇപ്പോൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ് അതിലെ വാജിബായ കാര്യം. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഓരോരോ സ്ഥലത്ത് ഓരോ മീഖാത്തുണ്ട്. അത് മിക്കവാറും നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ യാത്ര ബസ്സിലാണെങ്കിൽ അവിടെ വെച്ച് അത് പറയും ഏതാ സ്ഥലത്ത്. ഓരോ സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് വ്യത്യസ്ത മീഖാത്തുകൾ. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചില സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിലെ കക്ഷം, ഗുഹ്യഭാഗം, ഇവിടേക്കുള്ള രോമങ്ങളൊക്കെ വടിച്ചു കളയുക, നാക്കൊക്കെ വെട്ടിക്കളയുക, സുഗന്ധങ്ങളൊക്കെ പൂശുക, ഇതൊക്കെ ഇഹ്റാമിലേക്ക് കുളിക്കുക, ഇതൊക്കെ നിങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായി ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സുന്നത്തായ കാര്യങ്ങളാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചു വെച്ചിട്ടില്ല, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരു മുണ്ട് പുതക്കുകയും ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ. അല്ല, ഇഹ്റാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് അയാൾ ഈ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഈ രൂപത്തിൽ വസ്ത്രമെടുത്ത് എന്നിട്ട് നിയ്യത്ത് പറയുന്നതോടുകൂടിയാണ് അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെ അയാൾ ഇഹ്റാമിന്റെ സുന്നത്തുകളിൽ നമുക്ക് ഇത് ഒരു ഫർദ് നമസ്കാരത്തോടനുബന്ധിച്ചാവുക എന്നത് സുന്നത്തായിട്ട്. അതെ. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ളുഹറിന്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് മീഖാത്തിലെത്തുന്നതെങ്കിൽ അരമണിക്കൂർ കാത്തുനിന്ന് ളുഹർ നിസ്കരിച്ചിട്ട് പിന്നീട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് പള്ളിയിൽ നിന്നാകാം, നിങ്ങളുടെ ബസ്സിൽ നിന്നാകാം, എവിടെ നിന്നും ആവാം.
പ്രവേശനം ഇഹ്റാമിലേക്ക് ഒരാൾ മുഹരിമായി തീരുന്നത് നിയ്യത്ത് നിയ്യത്ത് പറയുന്നത് അത് ഉച്ചരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റ് നിയ്യത്തുകളൊക്കെ സാധാരണഗതിയിൽ മനസ്സിൽ കരുതി നിയ്യത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ, കരുതുക എന്നുള്ളതാണ്. കരുതുക, ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഉംറയുടെയും ഹജ്ജിന്റെയും നിയ്യത്തുകൾ ഉറക്കെ പറയാം. തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കേൾക്കാവുന്ന രൂപത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഉച്ചരിക്കുക, അതായത് ലഫ്ള് പറയണം. അപ്പോ അതോടുകൂടി അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് തെൽബിയത്ത് ചൊല്ലുക എന്നാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലുള്ള ഒരു ആഹ്ലാദം ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിരുന്നിന് വിളിച്ചു, ഇതുവരെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ പടച്ചവനെ നിന്റെ ക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴാണ് എനിക്കതിന് മറുപടി തരാൻ പറ്റിയത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചവനെ ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. പിന്നീട് പടച്ചവനെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, സകല സ്തുതിയും നിനക്കാണ്, പടച്ചവനെ നിന്റെ അനുഗ്രഹമാണ്. ഈ ഒരു അടിമയുടെ ഒരു സന്തോഷ വിലാപമാണ് ഒരർത്ഥത്തിൽ തെൽബിയത്ത്. ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുമല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ തെൽബിയ. അപ്പോൾ ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടു വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കുക, അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നീട് അയാൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അത് കുഴപ്പമില്ല. പിന്നീട് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തെൽബിയത്തിലാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഇതിങ്ങനെ ഇതിലൊക്കെ കാണാൻ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ ധാരാളമായി തെൽബിയത്ത് ചൊല്ലുക. ഇനി നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ചിത്രവും അല്ലെങ്കിൽ വീഡിയോവും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇഹ്റാമിൻ്റെ വസ്ത്രം പുരുഷന്മാർക്ക് രണ്ട് വസ്ത്രമാണ്. ഒന്ന് ഉടുക്കുന്നതും ഒന്ന് പുതക്കുന്നതും. അതിലുള്ള വല്ലാത്തൊരു രസകരമായും എന്നാൽ ഗൗരവകരമായും കാണേണ്ട ഒരു നിരീക്ഷണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മുഹരിമായ ഒരാൾ, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് പിന്നെ വേറെ കഫൻ പുടവ വേണ്ടതില്ല എന്നാണ്. ഈ രണ്ട് വസ്ത്രം തന്നെയാണ് അയാളുടെ കഫൻ. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ കഫൻ പുടവയാകാൻ പോകുന്ന വസ്ത്രം ധരിക്കുകയാണ് എന്നാണ്. ജീവനുള്ളപ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ധരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരാൾക്ക് സാധാരണഗതിയിൽ അയാളുടെ കഫൻ പുടവ ധരിക്കാനുള്ള ഒരു ചാൻസ് സാധാരണ കിട്ടില്ല. പക്ഷെ ഹാജിക്ക് അല്ലെങ്കിൽ മുഅ്തമിറിന് അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ കഫൻ പുടവ തന്നെ ധരിക്കാനുള്ള ഒരു സന്ദർഭം ലഭിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്ക് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു പോകും. ഒരു വെള്ളക്കടൽ, ഒരു സാഗരം, വെളുത്ത കടൽ ഇങ്ങനെ കഅബക്ക് ചുറ്റും. എല്ലാ മനുഷ്യരും, അതിൽ വലിയ രാജാക്കന്മാരുണ്ടാകും, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ, എല്ലാവരും ഒരേ വസ്ത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു സമത്വ ഭാവന എന്ന് പറയുന്നത്. ഇതുവരെ വലിയ 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 കൊട്ടാരങ്ങളിൽ ജീവിച്ച, അല്ലെങ്കിൽ വലിയ വലിയ കിരീടങ്ങൾ ധരിച്ച, വലിയ വലിയ മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ അതൊക്കെ മാറ്റിവെച്ച്, അവൻ്റെ സകല അഹങ്കാരങ്ങളും അവൻ്റെ സകല കിബിറും മാറ്റിവെച്ച് ഒരു മുണ്ടും ഒരു പുതപ്പും ഇത് മാത്രം ധരിച്ചുകൊണ്ട് അവൻ വരികയാണ്. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ എത്രത്തോളം ലളിതമാണത് എന്ന് കാണാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പുരുഷന്മാർക്ക് അവരുടെ ഈ മുണ്ട് ധരിക്കുമ്പോൾ അത് അഴിഞ്ഞു പോകാൻ, പ്രത്യേകിച്ച് മുണ്ടൊന്നും ധരിച്ച് പരിചയമില്ലാത്തവർക്ക് അങ്ങനെ ഒരു കാലത്ത് പ്രത്യേകിച്ച് പേടി ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിന് ബെൽറ്റ് കെട്ടാം. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഈ മറയുന്ന എന്നാൽ കുറച്ച് ലൂസായ ഏത് വസ്ത്രവും അവർക്ക് ധരിക്കാം. ഏത് നിറവും അവർക്ക് ഉപയോഗിക്കാം. പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രം പറ്റില്ല, ഷഡ്ഡി ഉപയോഗിക്കാൻ പറ്റില്ല, അടിവസ്ത്രങ്ങൾ പറ്റില്ല, ബനിയന് പറ്റില്ല, തൊപ്പിടാൻ പാടില്ല. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആൾക്ക് പിന്നെ ഇതൊന്നും പാടില്ല. എന്നാൽ അയാളുടെ ഈ മുണ്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ നല്ല ഒരു ബെൽറ്റ് അയാൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
വാച്ച് കെട്ടാവുന്നതാണ്, കൊട കൊട ഉപയോഗിക്കാവുന്നതാണ്, കണ്ണട ഒക്കെ ഈ ഉപയോഗിക്കാവുന്നതാണ്. കൊട എന്ന് പറയുമ്പോ ഈ മറ്റേ ഇതുണ്ടല്ലേ ഹാറ്റ് ടമ്പറിലുണ്ട് ഫിക്സ് ചെയ്ത് ആ വെക്കും, അത് പറ്റില്ല. അത് പറ്റൂലേ? അതായത് തലയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് തൊപ്പിടുന്ന പോലെ തന്നെ കൊട വെച്ചാലോ? അങ്ങനെ അതായത് ഒരാൾക്ക് തൊപ്പി പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ തൊപ്പിയെ പോലെ തന്നെ ഒരാൾ ഒരു കൊടയാക്കിയാൽ അപ്പോൾ അത് പറ്റില്ല എന്നാണ് ഒരു പ്രബലമായ നിരീക്ഷണം. അപ്പോൾ ശരീരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലുള്ള കൊട പിടിക്കാം. പലരും അത് ഉപയോഗിച്ച് കാണാറുണ്ട്. അത് നിൽക്കുകയാണ്, മറ്റേ തലയിൽ പ്രസ് ആയിട്ടിരിക്കുന്നല്ല, കുറച്ച് മേലേക്ക് നിൽക്കുന്നതാണ്, അമർന്നിരിക്കല്ല. അതിങ്ങനെ ഇവിടെ ചെയ്യാ ഇവിടെ, എന്നിട്ട് എന്ത് ചെയ്യാ, ഇതിങ്ങനെ ഉയർന്നു നിൽക്കുക ചെയ്യും. അങ്ങനത്തെ തൊപ്പി പോലെ അത് അമർന്നിരിക്കുന്നില്ല. തൊപ്പി പോലെ ഉള്ള രൂപത്തിൽ കൊട എടുക്കാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ചില നിയാസായി പറഞ്ഞ പോലെ ഇങ്ങനെ ചെറിയ ചില കാലുള്ള രൂപത്തിലുള്ളവയുണ്ട്, അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം. പുരുഷന്മാർ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഇത് തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, തുന്നിയ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക, തുന്നിയ ബനിയന് അല്ലെങ്കിൽ ഷഡ്ഡി അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. രണ്ട് വസ്ത്രം, ഒന്ന് ഈ ഉടുക്കുന്ന മുണ്ടും മറ്റൊന്ന് പുതക്കുന്നത്. ഇത് ആണ് എഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ ചെയ്യേണ്ടത്. സ്ത്രീകൾ പിന്നെ അവരുടെ ബാഗ് കുഴപ്പമില്ലല്ലോ, ചെറിയ ഇപ്പോൾ അവരുടെ ചെരുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗ് അവർക്ക് കയ്യിൽ വെക്കാവുന്നതാണ്. പിന്നെ പേഴ്സ്, അത്യാവശ്യ രേഖകളൊക്കെ വേണമെങ്കിൽ ബെൽറ്റിൽ തന്നെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ബാഗ്. നിയാസാബ് ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയാണ്, ഹജ്ജിൽ വരുന്ന ആളുകൾ എല്ലാവരും ഒരേ ഉദ്ദേശത്തിന് വരുന്നവരായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പറ്റിയാൽ കക്കണമെന്ന് വിചാരിച്ച് വരുന്ന ചെകുത്താന്മാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്രത്യേകിച്ച് ബാഗിലൊക്കെ പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ അത് പോവാനുള്ള സാധ്യതയെ നമ്മൾ ഭയപ്പെടണം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണ, പക്ഷെ ഇങ്ങനെയും സന്ദർഭത്തിൽ വിശേഷിച്ച് ദുരുദ്ദേശത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാവാം എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അപ്പൊ ഇഹ്റാമില് അപ്പോ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അതിൽ ഒഴിവാക്കണം. പിന്നെ വാസനയുള്ള അത്തർ, അങ്ങനെയുള്ള സുഗന്ധങ്ങൾ, വാസനയുള്ള സോപ്പ് തുടങ്ങിയ സംഗതി. ഈ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ചിലപ്പോൾ നജസാവും. അപ്പോ നജസായ വസ്ത്രം, അപ്പോ ഇഹ്റാം വസ്ത്രം നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റി വേറെ ധരിക്കാമല്ലോ അതിൽ? ഇപ്പോ സാധാരണഗതിയിൽ ഇപ്പോൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ 2 ജോഡി വസ്ത്രം കരുതുന്നത് നല്ലതാണ്. ഒന്ന്, നിങ്ങൾ 2-3 ദിവസങ്ങൾ എന്തായിരുന്നാലും ഇത് ധരിക്കേണ്ടി വരുമല്ലോ, ചിലപ്പോൾ മുഷിഞ്ഞു പോയാലൊക്കെ മാറ്റാവുന്നത്. എന്നതുപോലെ ഇപ്പോൾ ശരീരത്തിൽ നജസ് പാടില്ല, വസ്ത്രത്തിൽ നജസ് പാടില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ നമസ്കാരത്തിൻ്റെ നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാണ്, നിർബന്ധമായും വുളു വേണ്ട ഒരു സംഗതിയാണ് തവാഫ്. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നജസായ വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മള് ഹജ്ജിലേക്ക് വന്നിട്ടില്ല, എന്നാലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നമ്മളിപ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കൊക്കെ വരുന്ന വളരെ ദൈർഘ്യമേറിയ യാത്രയും സമയവുമാണ്. ആ സന്ദർഭത്തിലൊക്കെ ഇതിന് സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഇവരെന്ത് ചെയ്യാം, മിനയിൽ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഇതെന്ത് ചെയ്യാം, ഇവർക്ക് വസ്ത്രം മാറ്റി. അത് ഒരാളുടെ വസ്ത്രത്തിൽ നജസായി എന്ന് വിചാരിച്ചു അതോടുകൂടി അയാളുടെ ഹജ്ജ് ബാത്തിലാവില്ല, അയാളുടെ കർമ്മങ്ങളൊന്നും ബാത്തിലാവില്ല. പക്ഷെ നമസ്കരിക്കണമെങ്കിൽ ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം. സ്വാഭാവികമായും ആ സമയത്ത് ആൾക്ക് അത് മാറ്റിയിട്ട് അപ്പോ മുസ്ദലിഫയിൽ എത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്. ആ സമയത്ത് മാറ്റാം. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഉംറയുടെ കർമ്മം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ തവാഫ് നമ്മളിപ്പോ ഈ ഇഹ്റാം കഴിഞ്ഞ് നമ്മളിപ്പോ മക്കയിൽ എത്തി, കഅബാലയം കാണുന്നത് വരെ നമ്മൾ തൽബിയത്ത് ചൊല്ലണം, അത്ര മതി. പിന്നെ അപ്പൊ നമുക്ക് തവാഫിലേക്ക് കടക്കാം. തവാഫ് എന്ന് പറയുന്നത്, ഒരു തവാഫ് കഅബയെ 7 തവണ ചുറ്റലാണ് ഒരു തവാഫ്. അതായത് 2 തവണ ചുറ്റിയാലോ 3 തവണ ചുറ്റിയാലോ തവാഫാവില്ല. തവാഫ് എന്ന് പറയുന്നത് കഅബ നിങ്ങളുടെ ഇടതുവശത്താക്കിയിട്ട് ചുറ്റലാണ്. അപ്പോൾ കഅബയുടെ ഈ തവാഫ് എന്ന് പറയുന്നത് തുടങ്ങാനൊരു സ്ഥലമുണ്ട്, അവസാനിപ്പിക്കാനും അതേ സ്ഥലം തന്നെ. അത് ഹജറുൽ അസ്വദിന്റെ നേരെയാണ്. ഇപ്പോൾ അവിടെ അടയാളങ്ങളൊക്കെ ഉണ്ടാവാം. ഒന്നുകിൽ ഹജറുൽ അസ്വദിനെ സ്പർശിച്ചുകൊണ്ടാണ്, അത് മിക്കവാറും ഈ സമയത്തൊക്കെ എന്തായിരുന്നാലും ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പൊ അതിനോട് നേരെ ചൂണ്ടിയിട്ടോ കൈ ഉയർത്തിയിട്ടോ
ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളുടെ നെഞ്ചപ്പോൾ കഅബാലയത്തിന്റെ നേരെ വരും. നേരെ നമ്മളിങ്ങനെ തിരിയും. അപ്പോ ആരംഭിച്ചു. ഇപ്പൊ ഞാൻ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഉളു ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. തവാഫ് ചെയ്യാൻ മാത്രമേ അത് ചെയ്യാൻ അത് നിർബന്ധമില്ല. ഇവന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾക്ക് ഉളു ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ല. പക്ഷെ തവാഫ് ചെയ്യുമ്പോൾ ഉളു ഉണ്ടായിരിക്കണം. ഒരാളെ സംബന്ധിച്ചിട്ട് ആള് 2 തവാഫ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉളു നഷ്ടപ്പെട്ടു. അതൊരു അയാൾ സങ്കടപ്പെടേണ്ടതില്ല. 2ാമത്തെ തവാഫിലാണ് അയാൾക്ക് ഉളു നഷ്ടപ്പെട്ടതെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഉളു എടുത്ത് വരിക. എന്നിട്ട് 2ാമത്തത് മുതൽ വീണ്ടും തുടങ്ങാം. 6ാമത്തെ തവാഫിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഓർണയില്ലേ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിക്കേണ്ടതില്ല. 6 ബ്രേക്ക് ചെയ്യുക, പോയി ഒന്നു എടുക്കുക, 6, 7 അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒന്നു എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്നു ഉണ്ടായിരിക്കുക, കഅബയെ 7 വട്ടം ചുറ്റുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഹജ്ജില് നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയില്ല. നമസ്കാരത്തിൽ ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഇൽ ഫാത്തിഹ എന്ന് പറയാറ്. ഫാത്തിഹ ഓതാത്തതിന് നിസ്കാരമില്ല. ഹജ്ജിലോ അങ്ങനെ നിർബന്ധമായും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഹജ്ജ് കിട്ടാത്ത, ഉംറ കിട്ടാത്ത പ്രശ്നമല്ല. പക്ഷെ ഇവിടെ തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനിക്കും അതുപോലെ തന്നെ ഹജറുൽ അസ്വദിനും ഇടയിൽ റബ്ബന, ആ സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് സുന്നത്താണ്. അത് സുന്നത്തുള്ള ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്തും പ്രാർത്ഥിക്കാം. നമ്മൾ ആ ഒരു ചുറ്റല് ചുറ്റി വീണ്ടും ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് വേണ്ടേ നമ്മളടുത്തതിലേക്ക് ശരിക്കും അങ്ങനെ. അതായത് മിക്കവാറും ആളുകൾ 2ാമത് വരുമ്പോഴും അങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഇതിൽ സുന്നത്തായ ഒരു സംഗതി അല്ല എന്ന്. തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, പിന്നെ നിങ്ങൾ ഓരോന്നും പുതിയതായിട്ട് തുടങ്ങല്ല. പിന്നെ നിങ്ങൾ 7 തവാഫ് അല്ലെങ്കിൽ 1 തവാഫ് 7ാമത്തെ വട്ടം പൂർത്തിയാകുമ്പോഴാണ് തവാഫ് പൂർത്തിയാകുന്നത്. അപ്പോൾ തവാഫ് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് മതിയാകും. എന്നാൽ ഇങ്ങനെ പോകുന്ന ആളുകൾ പിന്നെ അവിടെ എത്തുമ്പോഴും വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണെന്നോ ഹറാമാണെന്നോ ഒന്നും നമുക്ക് പറയാം. നമ്മള് തവാഫ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിക്കും. അത് ചിലപ്പോ അവര് അവിടെ എത്തുന്നതിന് മുമ്പേ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ചിലർ. അത് വളരെ വളരെ പ്രസക്തമായൊരു പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. നിയാസ് സാഹിബ് പറഞ്ഞ ആ സംഗതി. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇവിടെയാണ്, ഇതാണ് ഹജറുൽ അസ്വദിന്റെ ലൈൻ എന്ന് വിചാരിച്ചോളൂ. എന്തായിരുന്നാലും ഞാൻ 7ാമത്തെ തവാഫ് ഇങ്ങനെ എത്തി, ഇവിടെ എത്തി, പക്ഷെ ലൈനിന്റെ അടുത്തെത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും എത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയാലോ, പൂർത്തിയാക്കാതെ ഞാൻ പോവും. ഇതിന്റെ ഹജ്ജിന്റെയും ഉംറയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടില്ല, അത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നാണ്. ഹജ്ജ് ഉംറയും നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഒരാൾ ഈ ലൈനിന്റെ ആ ഭാഗത്ത് അടുത്തെത്തിയിട്ട് ലൈൻ ക്രോസ് ചെയ്യാതെ പോയാലോ, അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോൾ ഫിനിഷിങ് പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിന്റെ മുമ്പ് ഒരു ചാൺ മുമ്പ് ഓട്ടം നിർത്തിയാലോ, പറ്റില്ലല്ലോ. അപ്പോ അതിലേറ്റവും നല്ലത്, ഇപ്പോൾ ഹജറുൽ അസ്വദിന്റെ ലൈൻ ഇതാണെങ്കിൽ ഇയാൾ ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് ഈ ലൈന് ക്രോസ് ചെയ്തിട്ട് പോവുക. അപ്പുറത്തെത്തിയതിനു ശേഷം പിന്നെ സഅയിലേക്ക് കിടക്കുക. അപ്പൊ നമ്മള് ഈ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാം. അപ്പൊ മക്കാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അത് പല അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. മക്കാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ മക്കാമിന്റെ പുറകിൽ തന്നെ നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ല പള്ളി മുഴുവൻ മക്കാം ഇബ്രാഹിമാണ് എന്നുള്ളതിൽ എന്താണ് ഫൈസൽ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അവിടെ മക്കാം ഇബ്രാഹിം എന്ന പേരിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം വെച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അവിടെ. അതിൻ്റെ പിന്നിലാണ് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിച്ച് അവിടെ നമസ്കരിക്കാൻ വേണ്ടി തിരക്കൂട്ടുന്ന ആളുകൾ. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസിന്റെ ഇവിടെ നിസ്കരിക്കലാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുമ്പോൾ ആകെ എത്ര നിസ്കരിക്കാം. അപ്പോ
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കാം, ഇബ്രാഹിം നബി നിന്നത്, ഇബ്രാഹിം നബി പണിയെടുത്തത്, ഇബ്രാഹിം നബി ചെയ്ത ആ കാബയുടെ പരിസരം മുഴുവൻ മക്കാം ഇബ്രാഹിമാണ്. അപ്പോൾ നിങ്ങൾക്ക് 7ാമത്തെ ഈ തവാഫ് പൂർത്തിയാക്കി ഈ ലൈനും ക്രോസ് ചെയ്ത് പോയി പിന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോയി എവിടെയെങ്കിലും വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. സുന്നത്തായ കാര്യമാണ് 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പോൾ നിയാസ് സാഹിബ് ചോദിച്ചതുപോലെ ആ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞ് പറയപ്പെട്ടിട്ടുള്ള അതിന്റെ പിന്നിൽ തന്നെ പോയി നമസ്കരിക്കണമെന്നില്ല, എവിടെ വെച്ച് നമസ്കരിക്കാം. അപ്പൊ ഇബ്രാഹിം നബി ജീവിച്ചാൽ ഇബ്രാഹിം നബിയുടെ ആരാധനാ കർമ്മങ്ങളുടെ സ്ഥലം എന്നർത്ഥത്തിൽ മക്കാം ആ ഹറമ് മുഴുവൻ എവിടെ വെച്ചും നമസ്കരിക്കാം. ആ നമസ്കാരത്തില് ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് സുന്നത്താണ്. അതിനുശേഷം സംസം കുടിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ സഅയിന് വേണ്ടിയിട്ട് സഫയിലേക്കാണ് പോകുന്നത്. സംസം എന്ന് പറയുന്നത് ഇപ്പോ ഇത് നമസ്കാരം കഴിഞ്ഞു, തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഉള്ള എവിടെ നിന്ന് വേണമെങ്കിലും കുടിക്കാം. കുടിച്ചിട്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സുന്നത്തായ സംഗതി. നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ഹാജിമാരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് തണുത്ത സംസം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടുത്തെ കാലാവസ്ഥ, ചൂടുള്ള കാലാവസ്ഥയിൽ തണുത്ത സംസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് രോഗിയാവും. അതുകൊണ്ട് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് തണുത്ത സംസം പ്രത്യേകം അവിടെ നമുക്ക് വായിച്ചാൽ തണുപ്പുള്ള സംസം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇതുപോലെ നല്ല കടുത്ത ചൂടിൽ നിങ്ങൾ നല്ല തണുത്ത കുടിക്കുമ്പോൾ തൊണ്ടക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പനി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് കിടക്കാം, സഅയ്. ഇത് കഴിഞ്ഞാൽ നേരെ സഫയിലേക്കാണ് പോകേണ്ടത്. സഫയിൽ പോയി സഫയിലാണ് സഫയിൽ തുടങ്ങി മർവയിലെത്തി. അപ്പോ 1, മർവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തിയാൽ 2. അള്ളാഹു അത്ര ലളിതമായിട്ടാണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ സഫയിൽ തുടങ്ങി സഫയിൽ എത്തുമ്പോഴാണല്ലോ 1 പക്ഷെ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തിയാൽ തന്നെ 1. മർവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തിയാൽ 2. ഇങ്ങനെ സഫ മുതൽ മർവ വരെ 7 തവണ. അപ്പൊ സഫയിൽ തുടങ്ങിയ 7ാമത്തത് എവിടെയായിരിക്കും? മർവയിൽ അവസാനിക്കും. ഇത് ഈ സമയത്തും നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായും ചൊല്ലേണ്ട പ്രാർത്ഥനകളൊന്നുമില്ല. പക്ഷേ സഫയിലെത്തുമ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ എന്ന ആയത്ത് ചൊല്ലാത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഉള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളുടെ വിശദാംശങ്ങളൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തർക്കും താല്പര്യമുള്ളത് പ്രാർത്ഥനകൾ പഠിക്കാം. പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹജ്ജിന്റെ ക്വാളിറ്റിക്കോ ഒന്നും ഒരു കുറവും വരികയില്ല എന്ന് ഓർക്കുക. അവിടെ നമ്മള് സഅയില് ഒരു പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ഏരിയ ഉണ്ട്. പുരുഷന്മാർ അവിടെ ഒന്ന് വേഗത്തില് ഒന്ന് നടക്കല്ല, ഒന്ന് തുള്ളി ഓടുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് അതിന്റെ പ്രത്യേകത? അത് ഇപ്പോ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ആ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ശരിക്ക് ഓടിയത് ഹാജറാണ്, സ്ത്രീയാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഇവിടെ ഓടേണ്ടതില്ല. പുരുഷന്മാരാണ് പച്ച കളർ തുടങ്ങുമ്പോൾ ഒന്ന് ഇളകി നടക്കേണ്ടത്. ശരിക്കും ഭയങ്കര ഓട്ടമൊന്നും ഓടേണ്ടതില്ല, പക്ഷെ ഒന്ന് നടത്തത്തിനേക്കാൾ സ്പീഡിലൊന്നും ഓടുക, എന്നിട്ട് ആ അടുത്ത പച്ച എത്തുന്നത് വരെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഹാജർ ചെയ്ത ത്യാഗത്തെ ഇന്ന് പ്രയോഗത്തിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് പുരുഷന്മാർ ചെയ്യുന്നത്. സ്ത്രീകൾ അങ്ങനെ ചെയ്യണമെന്നില്ല, പുരുഷന്മാർ പറ്റുന്ന ആളുകൾ. സ്ത്രീയെ പുരുഷൻ അനുകരിക്കേണ്ട ഒരു സ്ഥലം, സന്ദർഭം എന്നാണെങ്കിൽ അതിനെ പറയാം. അപ്പോൾ നമ്മൾ സഅയ് പൂർത്തിയായി കഴിഞ്ഞാൽ മർവയിൽ എത്തുമ്പോൾ പൂർത്തിയാകും 7ാമത്തെ നടത്തം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4ാമത്തെ കർമ്മത്തിലേക്ക് കടക്കാം. ഉംറയുടെ 4ാമത്തെ കർമ്മം എന്ന് പറയുന്നത് തലമുടി വടിക്കൽ അല്ലെങ്കിൽ മുറിക്കൽ എന്ന് പറയാം. ഇപ്പൊ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ പിന്നെ ഫുള്ള് മുടി വടിച്ചു കളഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഹജ്ജെങ്കിൽ വന്നു കൊള്ളണമെന്നില്ല. അവർക്ക് ചെയ്യാവുന്നത് ഈ മൊത്തം തലമുടി ക്രോപ്പ് ചെയ്യുക. ഒരു നമ്പർ 3ലോ 4ലോ ഒക്കെ ഇട്ടിട്ട് ക്രോപ്പിംഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ ചെയ്തു തരും. അല്ലെങ്കിൽ മുടിയുടെ എല്ലാ ഭാഗത്തുനിന്നും എടുക്കുകയാണ് വേണ്ടത്. ചില ആൾക്കാർ മുടിയുടെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്യണം, ഒരേപോലെ കട്ട് ചെയ്യണം. സ്ത്രീയാവുമ്പോ ഒരു വിരലിന്റെ അത്ര എടുത്തിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ചെയ്താൽ മതി. പുരുഷന് അവരെ എല്ലാ ഭാഗത്തുനിന്നും മുടിയെടുക്കുക. അപ്പൊ അതോടുകൂടി ഉംറ കഴിഞ്ഞു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള പ്രത്യേക ഒരു സംഗതി,
ആ മറുവയുടെ ഭാഗത്ത് കത്രികയായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് വെട്ടാനായിട്ട്. പടച്ചോൻ വിചാരിച്ച് അവിടെ വെട്ടിയിട്ട് ആ സ്ഥലം വൃത്തികേടാക്കുന്നേരം ആളുകളും കത്രികയായിട്ട് പോയിട്ട് അവിടെ വെച്ച് തന്നെ മുടി വെട്ടിയിട്ട് ആ മറുവയുടെ ഭാഗത്ത് മൊത്തം മുടി നിറഞ്ഞത്. പടച്ചോൻ നമ്മൾ ചെയ്യാതിരിക്കുക അത് അതില് പിന്നെ ഇപ്പൊ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പാലിക്കേണ്ട ശുദ്ധി, വൃത്തി, ഇതൊക്കെ ഒരു എല്ലാവരും നിൽക്കുന്ന ഒരു ശ്രമം വൃത്തികേടാക്കാനും നമുക്ക് കഴിയും, വൃത്തിയാക്കാനും നമുക്ക് കഴിയും. എൻ്റെ ഒരു കർമ്മം കൊണ്ട് അവിടെ ഞാൻ വൃത്തികേടാക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ മുടി വെട്ടാൻ എത്രയോ ബാർബർ ഷോപ്പുകൾ അവിടെ 10 റിയാലോ 5 റിയാലോ 15 റിയാലോ ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അവർ നന്നായി മുടി വെട്ടിത്തരും. അതിന് പകരം നിങ്ങൾ റോട്ടിലിരുന്ന് മുടി വെട്ടുകയാണെങ്കിൽ ആ റോഡ് മുഴുവൻ മുടിയാവുമല്ലേ? അതൊരു വൃത്തിയില്ലാത്ത അവസ്ഥയല്ലേ? ചെയ്യേണ്ടത് അത്തരം സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മുടി വെട്ടാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഹലാക്കുകൾ ധാരാളം ഉണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഒന്നുകിൽ മുടി പൂർണ്ണമായും വെട്ടുക, അല്ലെങ്കിൽ പൂർണ്ണമായും വടിക്കുക. വടിക്കുന്ന പറ്റുമെങ്കിൽ. അപ്പോൾ നമ്മൾ ഉംറയിൽ നിന്നും വിരമിച്ചു. പിന്നെ നമ്മൾ ഒരു ഗ്യാപ്പ്, നമുക്ക് ഹജ്ജിനും ഉംറക്കും ഇടയിൽ ഒരു ഗ്യാപ്പ്. നമുക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ അനുവദനീയമാണോ അതെല്ലാം നമുക്ക് അനുവദനീയമാണ്. എല്ലാ ഹലാലായ സംഗതികളും നമുക്ക് തഹല്ലുലാകുക എന്നാണ്. ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് 8-നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹജ്ജിന് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8-നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഉംറയാണ്. ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8. ഹജ്ജിന്റെ കർമ്മങ്ങൾ 6 ദിവസമാണ്. 8, 9, 10 ഇതൊരു സെറ്റ്. 11, 12, 13 മറ്റൊരു സെറ്റ്. 6 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. 5 ആകാം. 5 ആവാം. 5-ൽ നിർത്തിയിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ പോവാം. ഇതിൽ ആദ്യത്തെ 3 ദിവസമാണ് ശരിക്ക് കർമ്മങ്ങൾ. കർമ്മങ്ങളുടെ ആ ഒരു തീഷ്ണത അളക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ പോയി 10-ാം തീയതി ഏറ്റവും ടോപ്പിലായിരിക്കും. പിന്നെ 11, 12, 13 വളരെ ചെറുതായിരിക്കും, വളരെ റിലാക്സ്. അപ്പോൾ ഈ 3 ദിവസങ്ങളിലാണ്, ആദ്യത്തെ 3 ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട കർമ്മങ്ങളുള്ളത്. അവസാനത്തെ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജംറയിലെ കല്ലേറുകൾ മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ കർമ്മങ്ങളിലേക്ക് കടക്കാം. അതെ, ഓരോ ദിവസത്തിനും ഓരോ പേര് കാണാം. ഇപ്പോൾ ദുൽഹജ്ജ് 8 യോമു തർവിയാണ്, ദുൽഹജ്ജ് 9 യോമു അറഫയാണ്, ദുൽഹജ്ജ് 10 യോമു നഹറാണ്, പിന്നീട് അയ്യാമു തശ്രീഖാണ്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഈ പേര് വന്നതിന് അതിൻ്റെതായ പ്രാധാന്യം. യോമു തർവിയ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് റെഡിയായി റെഡിയാകുന്ന സംഗതിയാണ്. അപ്പോ ഒരാൾക്ക് ദുൽഹജ്ജ് 8-ന് മിനയിലേക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് വേണമെങ്കിൽ അറഫയിലേക്ക് പോകാം. പക്ഷെ മിനയിൽ താമസിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഇനി ഹജ്ജിന്റെ ഇതിലേക്കൊക്കെ കടക്കുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പറയാം. അതായത് ഹജ്ജ് ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8-നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടുന്ന് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുക, കുളിക്കുക, അതിന് മുന്നുള്ള സുഗന്ധം പൂശി അതൊക്കെ ചെയ്തതിനു ശേഷം വസ്ത്രം ധരിക്കുക, മേൽമുണ്ട് ധരിക്കുക, എന്നിട്ട് ഉടുക്കുക, എന്നിട്ട് ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുക. അപ്പൊ ഹജ്ജില് അത് പറയുന്നതോടുകൂടി നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എന്തൊക്കെ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലേ അതൊന്നും ഇഹ്റാമിൽ ഇവിടെയും ചെയ്യാൻ പാടില്ല. മുടി വെട്ടാൻ പാടില്ല, അതുപോലെ തന്നെ പിന്നെ നഖം മുറിക്കാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ വല്ലാതെ ബേജാറാകും. അയാളൊന്നും ഇങ്ങനെ തല ചൊറിഞ്ഞപ്പോ അയാളുടെ 2 മുടി അതൊന്നും അത്ര നിങ്ങൾ ബോധപൂർവം നഖം മുറിക്കാൻ പാടില്ല എന്നേ പറഞ്ഞു. ബോധപൂർവം നിങ്ങൾ മുടി വെട്ടാൻ പാടില്ല എന്നേ പറഞ്ഞു. നിങ്ങളൊന്ന് തോർത്തി, അപ്പൊ 2-3 മുടി കൊഴിഞ്ഞു. ചില ആൾക്കാരൊക്കെ മുടി കൊഴിയുന്ന അസുഖമുള്ളവരുണ്ടാവും. അതൊന്നും എന്തല്ല നിങ്ങളുടെ ഇഹ്റാമിനെ ബാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് പിന്നെ നിങ്ങൾ ദുൽഹജ്ജ് 8-ാം ദിവസം താമസിക്കേണ്ടത് മിനയിലാണ്. മിനയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ടെന്റ് ഉണ്ടാവും. ഓരോ മുത്തവ്വിഫിനും അവരുടേതായ ടെന്റുകൾ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ടെന്റ് ഏതാണെന്നൊക്കെ മുൻകൂട്ടി അറിയുകയും നിങ്ങൾ അങ്ങോട്ട് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യും. ഒരർത്ഥത്തിൽ ഭദ്രതയുള്ള AC ഒക്കെ ഉള്ള താമസിക്കാനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് മിനയിലെ ടെന്റുകൾ. പൊതുവെ അത്യാവശ്യം സൗകര്യം. പക്ഷെ വളരെ തിരക്ക് കൂടുകയോ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ നമുക്ക് അത്രത്തോളം സൗകര്യം ഇല്ലാത്തതും കിട്ടിയെന്ന് വരാം. പൊതുവെ പറഞ്ഞാൽ ഒരു ആൾക്ക്
വലിയ ചൂടൊന്നും ഏൽക്കാതെ ചെറിയ മട്ടത്തിൽ കൂളറുകളും തണുപ്പുകളൊക്കെ ഉള്ള രൂപത്തിൽ അത്യാവശ്യം നന്നായി തരം താമസിക്കാൻ പറ്റുന്ന ടെൻറ്റുകളായിരിക്കും ഉണ്ടാകും. പക്ഷെ ഒരു ടെൻറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ മിനയിൽ ദുൽഹജ്ജ് 8-ന് നമ്മൾ രാത്രിയിൽ താമസിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മിനയിലെത്തിയാൽ മിനയിൽ താമസിക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കേണ്ടത് അതത് സമയത്താണ്, പക്ഷെ കസറാക്കിയിട്ടാണ്. ജംഇല്ല, ഇല്ല, കസറാണ്. കസറാണ്. ളുഹർ 2 റക്അത്ത്, അസർ 2 റക്അത്ത്, ഇശാ 2 റക്അത്ത്. ബാക്കിയൊക്കെ സുബൈ 2 റക്അത്ത്, മഗ്രിബ് 3. അപ്പോൾ ളുഹറും അസറും ഇശാവും 2 റക്അത്താണ് നിസ്കരിക്കുക. പക്ഷെ അതിന്റെ സമയത്താണ്. ളുഹറിന്റെ സമയത്ത് 2 റക്അത്ത്, അസറിന്റെ സമയത്ത് 2 റക്അത്ത്, മഗ്രിബിന്റെ സമയത്ത് 3, ഇശാന്റെ സമയത്ത് 2 മിനയിൽ. അപ്പോൾ മിനയിൽ അന്ന് രാത്രി നമ്മൾ കിടക്കുന്നു, രാത്രി അവിടെ താമസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ദിവസത്തേക്ക് കിടക്കണം. യൗമ അറഫ. അതൊരു വല്ലാത്ത ദിവസമാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അറഫ ദിവസം. അൽ ഹജ്ജു അറഫ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ഈ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ പ്രമാണിത്തരം കൊണ്ടും അവരുടെ തൻപോരിമ കൊണ്ടും അവരിങ്ങനെ വന്നിട്ട് മുസ്ദലിഫയിൽ നിൽക്കും, അറഫയിൽ പോവില്ല. 2 കാരണം അതിന് പറയുന്നത്. ഒന്ന്, ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി. രണ്ടാമത്, അവർക്ക് അറഫയിൽ പോകുന്ന പേടിയായിരുന്നു. കാരണം അവർക്ക് അതൊരു പരലോകത്തെ ഓർമ്മപ്പെടുത്തലാണ്. ഈ പരലോകത്ത് ഒരു ജീവിതമുണ്ട് എന്ന് നിഷേധിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അവര് അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തുന്ന എന്തും അവർ ചെയ്യില്ല. ഇതാണ് എന്നൊക്കെ പറയുന്നത് ഓരോ അഭിപ്രായങ്ങളാണ്. എന്തായിരുന്നാലും അറഫ ദിവസം അറഫയിൽ പോവുക, അവിടെ പകല് കുറച്ച് സമയം നിൽക്കുക എന്നത് ഹജ്ജിന്റെ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഹജ്ജിന്റെ റുക്നുകളിൽ ശരിക്ക് ഈ ളുഹറിന് ശേഷമാണ് ശരിക്ക് അറഫ ആരംഭിക്കുന്നത് അല്ലേ? അതെ. അപ്പോ ഇപ്പോ നിയാസ് സാഹിബ് ചോദിച്ചത് മറുപടി വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ളുഹറോട് കൂടിയാണ് അറഫയിൽ എത്തേണ്ടത്. ളുഹറോട് കൂടി അറഫയിൽ എത്തണമെങ്കിൽ നിങ്ങൾ മിനയിൽ നിന്ന് സുബഹി നിസ്കരിച്ച ഉടനെ പുറപ്പെടേണ്ടി വരും. ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ അറഫയിൽ എത്തിയിട്ടുണ്ട്. വേറെ സമയത്ത് പോയപ്പോൾ 4-5 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാഹനം, ആ സമയത്തുള്ള ട്രാഫിക്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ രാത്രി പോകാറുണ്ട്. തലേന്ന് രാത്രി സുബഹിസ്കാരം കഴിഞ്ഞിട്ടാണ് സാധാരണ പോകുന്നത്. ഇപ്പൊ രാത്രി പോകുന്നുണ്ട്. ശരിക്ക് അന്നത്തെ രാത്രി, അഥവാ 8-ാം ദിവസത്തെ രാത്രി അവര് മിനയിൽ താമസിക്കുകയാണ് വേണ്ടത്. 9-ാം തീയതി അതിരാവിലെ സുബഹി നിസ്കരിച്ചിട്ട് അറഫയിലേക്ക് പോവുക എന്നതാണ് സുന്നത്തായ സംഗതി. 8-ാം തീയതി മിനയിലെ രാപ്പാർക്കൽ സുന്നത്തായ സംഗതി. അപ്പോൾ ഒരാൾ കുറച്ചു നേരം അവിടെ രാത്രി ഉറങ്ങി, സുബഹിക്ക് മുമ്പ് തന്നെ അയാൾ എഴുന്നേറ്റ് പോകുന്നത് തെറ്റായ കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ തിരക്കൊക്കെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. കാരണം അത് നിർബന്ധമായ ഒരു സംഗതി അല്ല. അപ്പോ നമ്മളിപ്പോ ഏത് ദിവസത്തിലെത്തി? 9-ാം ദിവസം അറഫ, യൗമു അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്ന്, നോക്കൂ എൻ്റെ അടിമകളെ നോക്കൂ, അവർ വിയർത്ത് കുളിച്ച് പൊടി പിടിച്ച് വന്നത് കണ്ടില്ലേ എന്ന് യുബാഹി എന്നാണ് ഹദീസിൽ പറയുന്നത്. പെരുമ പറയാ. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് പെരുമ പറയാന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസം അറഫയിൽ പോയി നിൽക്കുക എന്നത് നിർബന്ധമായും ഒരു ഹാജി ചെയ്യേണ്ട കാര്യമാണ്. കുറച്ച് സമയമെങ്കിലും അവിടെ നിൽക്കുക. സാധാരണഗതിയിൽ ഇപ്പോൾ രാവിലെ പുറപ്പെട്ടാൽ ഒരു 11 മണി 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും. അവിടെ വെച്ചിട്ട് ളുഹറും അസറും ജംഉം ഖസ്റുമായി നിസ്കരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് അതാത് സമയത്ത് ഖസ്റായിട്ടാണ്, ജംഇല്ല. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ജംഉം ഖസ്റുമായി നമസ്കരിക്കും. രണ്ടും രണ്ടുമായിട്ട്. അപ്പോൾ ളുഹറിന്റെ അതിന് ജമ്മു തഖ്ദീം എന്നാണ് പറയാം. നമ്മൾ ളുഹറിന്റെ സമയത്ത് അവിടെ എത്തി. അപ്പോൾ നമ്മൾ ളുഹറിന്റെ 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ അസർ 2 റക്അത്ത് നിസ്കരിച്ചു ഒന്നിച്ച്. പിന്നെ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഇപ്പോ പലരും ളുഹറിന്റെ നേരത്തൊന്നും എത്താറില്ല, അസറും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അവർക്ക് അസറിന്റെ സമയത്ത് ആദ്യം ളുഹർ നിസ്കരിക്കുക, പിന്നെ അസർ നിസ്കരിക്കുക. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ അറഫയിലെ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു ഉത്തരം നൽകുന്ന സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. സ്ഥലവും സമയവും ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് ഈ അറഫ എന്ന് പറയുന്നത്.
അവിടെ ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്, ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. പറയാനുള്ളതൊക്കെ അള്ളാഹിനോട് പറഞ്ഞേക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐഹികമായ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടരുത്. റബ്ബന ആത്തിന ഫിദ്ദുനിയ എന്ന് പറഞ്ഞ് നിർത്തരുത്. ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ. അപ്പൊ നമ്മളുടെ ഭൗതികം, നമ്മുടെ കുട്ടികളുടെ കാര്യം, നമ്മളുടെ കാര്യം, നമ്മുടെ ആരോഗ്യം, വീടിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, ജോലിയുടെ കാര്യം, ഇതൊക്കെ പറയാം. ഒപ്പം നാളെ പരലോകത്ത് പരലോകത്ത് നരകത്തിൽ നിന്ന് ഒഴിവാകുന്നതും സ്വർഗം ലഭിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും ശരിക്കും ഒരു ഇഹ്തിസാബ് നടക്കണം. ഒരു ഹാജിയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ അവന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷ്മമായിട്ട് ഓരോ അവന്റെ ജീവിത കാലഘട്ടത്തെയും അവൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന് അവൻ എന്ത് ചെയ്യണം, അപ്പോഴാണല്ലോ ശരിക്കും അവനൊരു അന്ന് പിറന്ന ഒരു കുട്ടിയെ പോലെ ആയിത്തീരുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം ഒരു ഹാജി അറഫയിൽ ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളെ മറക്കരുത്. നമ്മുടെ ഇണകളെ, മക്കളെ, നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരെ ഇവരൊക്കെ ഓർക്കുക, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ കാര്യം, ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളിപ്പോൾ 9-ാം ദിവസം മഗ്‌രിബായി. എവിടെയാണ് നമ്മളുള്ളത്? അറഫയിലാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഗ്‌രിബ് ബാങ്ക് കൊടുത്തു അഥവാ സൂര്യൻ അസ്തമിച്ചു, പക്ഷെ മഗ്‌രിബ് അറഫയിൽ വെച്ച് നമസ്കരിക്കരുത്. അവിടെ നിന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് പുറപ്പെടുക, എന്നിട്ട് മുസ്ദലിഫയിലേക്ക് പോവുക. മുസ്ദലിഫയിൽ വെച്ചിട്ടാണ് നിങ്ങൾ മഗ്‌രിബും ഇശാവും നമസ്കരിക്കേണ്ടത്. 3ഉം 2. അപ്പോൾ ചിലപ്പോൾ ഒരു 7 മണിക്കൊക്കെ പുറപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾ 10 മണിക്കായിരിക്കും അവിടെ എത്തുക, ചിലപ്പോൾ 12 മണിക്കായിരിക്കും, 1 മണിക്കായിരിക്കും. അത് തിരക്ക് ഇതൊക്കെ അനുസരിച്ചിരിക്കും. അവിടെ എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരായ ആളുകളൊക്കെ നടക്കലാണ്. ആ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പോയവര് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ബസ്സിൽ കയറിയിട്ട് ആ ബസ് എടുക്കാനായിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ബസ് എടുക്കാൻ തന്നെ അവിടെ നിന്ന് എടുക്കാൻ 4 മണിക്കൂർ. പിന്നെ പോയ ആൾക്കാർ അറഫയുടെ ബോർഡറിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു, മുസ്ദലിഫത്തിൽ അറഫയുടെ ബോർഡറിൽ വെച്ച് തന്നെ ബസ് അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അവർ നടക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പം നടന്നു പോയ ആൾക്കാർ അതിനേക്കാളും നേരത്തെ എത്തി. അപ്പൊ അവർക്ക് ഈ മുസ്ദലിഫയിൽ ഒന്ന് തലചായ്ക്കാനുള്ള നേരം അങ്ങനെ പോയ ആളുകൾക്ക് കിട്ടി. അല്ലാത്തവര് അങ്ങോട്ട് പോകാനേ കഴിഞ്ഞില്ല. പോയിട്ട് അവര് ജംറയുടെ ഭാഗത്തൊക്കെ പോയി ഇറങ്ങിയിട്ട് അവര് അവിടെ നിന്ന് തിരിച്ച് മുസ്ദലിഫയിലേക്ക് വന്നിട്ട് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാം. ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ വിചാരിച്ച സമയത്ത് നടന്നു കൊള്ളണമെന്നില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇവിടുന്ന് മഗ്‌രിബ് കഴിഞ്ഞ് പുറപ്പെട്ടാൽ ചിലപ്പോൾ പാതിരാത്രിക്ക് ശേഷമായിരിക്കും അവിടെ എത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ എത്തിയെന്ന് വരാം. എന്തായാലും മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യം. മറ്റൊരു സുന്നത്താണ്, ഹജ്ജിൻ്റെ മറ്റൊരു സുന്നത്താണ് മുസ്ദലിഫയിൽ രാപ്പാർക്കുക. അവിടെ രാപ്പാർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ കുറച്ചു നേരം വിശ്രമിക്കുക എന്നാണ്. ഉറങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ഉറങ്ങാം. അതൊരു വല്ലാത്ത ലോകമാണ്. മുകളിൽ ആകാശം, താഴെ ഭൂമി, താഴെ പാരാവാരം കണക്ക മനുഷ്യരിങ്ങനെ. അതായത് മിനയില് അവര് ഹാജിമാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിനയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു. മിനയിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഒരു ടെന്റായി. അറഫയിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരു താൽക്കാലിക ടെന്റായി. അത് കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് എത്തുമ്പോൾ ടെന്റേ ഇല്ല, ഒന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഗ്രാഫ് മാതിരിയാണത്. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നല്ല സൗകര്യത്തിലായിരുന്നു, പിന്നെ മിനയിലെത്തിയപ്പോൾ കുറച്ച് സൗകര്യം കുറഞ്ഞു, അറഫയിലെത്തിയപ്പോൾ അതിനേക്കാൾ കുറഞ്ഞു, മുസ്ദലിഫയിലെത്തിയപ്പോൾ ഒന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്നാൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ, മറ്റു സൗകര്യം, മൂത്രമൊഴിക്കാനും മൂതൊടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് ധാരാളം മുമ്പത്തെക്കാളൊക്കെ കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കി. മുസ്ദലിഫയിലാണ് ദുൽഹജ്ജ് 9 രാത്രി വിശ്രമിക്കേണ്ടത്. ഇനി അവിടുന്ന് ഈ കല്ല് ഇനി അവിടെ പിന്നെ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വൃദ്ധന്മാരോ സ്ത്രീകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നേരത്തെ പോകാവുന്നതാണ്. മുസ്ദലിഫ എന്ന സ്ഥലത്ത് നിന്നാണ് എറിയാനുള്ള കല്ല് പെറുക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് 70 കല്ലാണ് പെറുക്കുക. ചിത്രത്തിൽ കാണിക്കുന്ന, ഇപ്പോൾ ഈ മുസ്ദലിഫയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. അത് അവിടുന്ന് പെറുക്കേണ്ട കല്ല് നല്ല വലിയ ഉരുളൻ കല്ലുകൾ പെറുക്കരുത്. അതെടുത്തിട്ട് ബാഗിലിട്ടിട്ട് കാര്യമില്ല. ചെറിയ കടലമണികൾ പോലെയുള്ള, നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിക്കുന്ന അതുപോലെയുള്ള ചെറിയ ചെറിയ കല്ലുകളാണ് പെറുക്കേണ്ടത്.
അപ്പൊ ഒരു 70 കല്ല് ഇടാൻ ചെറിയൊരു ചെറിയൊരു സഞ്ചി കുപ്പി മറ്റേ കുടിച്ചിട്ട് നമ്മൾ കളയുന്ന 1 ലിറ്ററിന്റെ കുപ്പിയോ കൊപ്പി അത് മതി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സഞ്ചി കീസ് മതി. അപ്പോൾ അത് അവിടെ നിന്ന് പെറുക്കുക. ഒരാൾ അവിടെ നിന്ന് പെറുക്കില്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലത് അവിടെ നിന്ന് തന്നെ പെറുക്കുക. കാരണം ഇനി നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാണ്. ഓക്കെ. അപ്പൊ 70 കല്ലെന്തിനാണെന്ന് നമ്മൾ പറയൂട്ടോ. അത് ഇനി നിങ്ങൾ ശരിക്കു പറഞ്ഞാൽ മിനയിലെത്തി അവിടെ താമസിക്കും മൊത്തം 70 കല്ലെറിയണം. അത് ചെല്ലുന്ന ദിവസം, അതായത് ദുൽഹജ്ജ് 10-ാം തീയതി മുതൽ 10, 11, 12, 13 ഈ 4 ദിവസങ്ങളിൽ എറിയേണ്ട കല്ലാണ് 70. ആദ്യത്തെ ദിവസം 7 കല്ലെറിഞ്ഞാൽ മതി. പിന്നെയുള്ള ഓരോ ദിവസവും 21 കല്ല് വീതം. ആദ്യത്തെ ദിവസം എറിയേണ്ട ജംറത്തുൽ അഖബ അങ്ങേ തലക്കുള്ള 3 ജംറകളാണ് മിനയിലുള്ളത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ആ ജംറയുടെ ചിത്രം. 3 ജംറകൾ. ഒന്ന് ജംറത്തു സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര. അപ്പോൾ നിങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് വരുമ്പോൾ ആദ്യം വരെ ജംറത്തു സുഗ്റയിലാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ജംറത്തുൽ വുസ്തയിലെത്തും. അതും കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര. അപ്പോൾ ആദ്യത്തെ ജംറയിൽ കല്ലെറിയരുത്, രണ്ടാമത്തെ ജംറയിലും കല്ലെറിയരുത്, മൂന്നാമത്തെ ജംറയിലാണ് നിങ്ങൾ ആദ്യത്തെ ദിവസം കല്ലെറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരെ മുസ്ദലിഫയിൽ നിന്ന് ദുൽഹജ്ജ് 10-ാം തീയതി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പുറപ്പെടേണ്ടത്. സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരെ മിനയിലേക്ക് വിട്ടു. നടക്കാൻ പറ്റുന്നവർ നടന്നേക്കുക. മിനയിലെത്തിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി കല്ലെറിയലാണ്. കല്ലെറിയുന്നത് ഇപ്പോൾ ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് 3 നിലയാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ പോകാം, മിഡിൽ പോകാം, മുകളിൽ പോകാം. പോകുന്ന വഴി വേറെ, വരുന്ന വഴിയൊക്കെ വേറെ ആയിട്ട്. കാരണം മുമ്പ് തിരക്കിലൊക്കെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 10-ാം തീയതി എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ദിവസമാണ്. നിയാസാഹിബ് നേരത്തെ പറഞ്ഞ പോലെ എല്ല് വെള്ളമാകുന്ന ദിവസം. ആ ദിവസത്തിന് യോമുൻ നഹർ എന്നാണ് പറയുക. 5 പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ആ ദിവസം ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ പോലെ കല്ലെറിയൽ, 2 ബലിയർക്കൽ, 3 മുടിയെടുക്കുക, 4 തവാഫുൽ ഇഫാദ, 5 സഅയ്. ഇങ്ങനത്തെ 5 കർമ്മങ്ങളാണ് അതിൽ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കർമ്മങ്ങളുടെ ഓർഡർ ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ്. ഒന്ന് ആദ്യം എറിയണം, പിന്നെ ബലിയർക്കണം, പിന്നെ മുടിയെടുക്കണം, പിന്നെ തവാഫ് ചെയ്യണം, പിന്നെ സഅയ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഓർഡർ. പക്ഷെ ഈ ഓർഡർ അങ്ങോട്ട് കൊണ്ട് തെറ്റിയത് കൊണ്ട് ഒരു പ്രശ്നമല്ല. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇപ്പോൾ ഫമാ സുഇല യൗമ ഇദിൻ അൻ ഷൈഇൻ ഇല്ലാ ഖാല ഇഫ്അൽ ലാ ഹർജ്. എല്ലാ ആളുകളും വന്നിട്ട് നബിയെ ഞാൻ ആദ്യം ബലിയെടുത്തു എന്നിട്ടാണ് മുടിയെടുത്തത്, ആദ്യം മുടിയെടുത്തു എന്നിട്ടാണ് ബലിയെടുത്തത്, ആദ്യം കല്ലെറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബലിയെടുത്തു. ഇങ്ങനെ അന്നത്തെ എല്ലാവരോടും ഇഫ്അൽ ലാ ഹർജ്, നോ പ്രോബ്ലം, അത് ചെയ്തോ കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ ഓർഡറിൽ കടുംപിടുത്തം പിടിക്കേണ്ടതില്ല എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളിപ്പോൾ എറിയുന്നതിന് മുമ്പ് ബലിയെടുത്തു, അല്ലെങ്കിൽ എറിയുന്നതിന് മുമ്പ് അയാൾ മുടിയെടുത്തു, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ട് അന്നത്തെ ദിവസമുള്ള ഈ 5 കർമ്മങ്ങളും ഈ ഓർഡർ കുറച്ച് അങ്ങോട്ട് കൂടി തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ സുന്നത്തായ രീതി. അപ്പോൾ ദുൽഹജ്ജ് 10-ാം ദിവസം ഈ 5 കർമ്മങ്ങളും ചെയ്തിട്ട് തിരിച്ചയാൾ അവിടെ വരണം. ബലി അറുക്കാന്ന് പറഞ്ഞാൽ ആ ഒരു കർമ്മം യഥാർത്ഥത്തിൽ ഒരു ഹാജി ഇപ്പൊ ചെയ്യാറില്ല, പൈസ അടക്കലുള്ളൂ. അതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പൈസ അടച്ചാൽ നിങ്ങളുടെ ബലി അതോടുകൂടി അറുത്തു എന്ന് മനസ്സിലാക്കുക. രാജ്യ ബാങ്കിന്റെ ഇതിൽ കൗണ്ടറിൽ പൈസ അടച്ച് നിശ്ചയിച്ചിട്ടുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കർമ്മം എന്താണ്. അപ്പോൾ ഒരു 600 750 റിയാലാണെങ്കിൽ ആ റിയാൽ നിങ്ങൾ കൊണ്ടുപോയി അടച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അവർ ബലി അറുക്കും. ആ ബലി അവിടെ അർത്ഥോ ഇല്ലേ എന്ന് പോയി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിക്കുക എന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ബലി അർത്തു, നിങ്ങൾ അവരെ ഏൽപ്പിച്ചു, അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ മുടിയെടുക്കാം. കറക്റ്റ്, മുടിയെടുക്കാം. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിയാസാഹിബ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ മുടിയെടുക്കാം. നമ്മൾ കല്ലെറിഞ്ഞ് മുടി വടിക്കുക അല്ലെങ്കിൽ മുടി വെട്ടുക. ഇത് കഴിഞ്ഞോടുകൂടി നമ്മൾ
പകുതി തഹല്ലുലാകും എന്ന് പറയും, അർദ്ധവിരാമമായി. അർദ്ധവിരാമം. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് ലൈംഗിക ബന്ധമല്ലാത്ത, ഭാര്യയുമായി ലൈംഗിക ബന്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുവദനീയം. ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ അപ്പൊ നിങ്ങൾക്ക് സൗകര്യപ്രദമായി എന്ത് ചെയ്യാം, റൂമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ടെന്റിൽ വന്നിട്ട് വസ്ത്രമൊക്കെ മാറ്റി നിങ്ങൾക്ക് സൗകര്യപ്രദമായ വസ്ത്രം, പാൻ്റാണോ കുപ്പായാണോ അല്ലെങ്കിൽ സൗബാണോ ദിസ്ദാശയാണോ ഏത് വസ്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തവാഫിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് പോകാം. വേണമെങ്കിൽ അപ്പൊ പോവാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പോവാം, വൈകിട്ട് പോകാം. പോവാം. നല്ല തിരക്കായിരിക്കും അന്നത്തെ ദിവസം. നമ്മൾ സാധാരണ പറയില്ലേ, പൂഴി ഇട്ടാൽ നിലത്ത് വീഴാത്ത തിരക്ക്, സൂചി കുത്താൻ ഇടമില്ലാത്ത തിരക്ക് എന്ന് പറയില്ല, അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മനുഷ്യരിങ്ങനെ തിങ്ങി തിങ്ങി. അപ്പോൾ നിങ്ങൾ എത്രയും വിട്ടിട്ടാണോ തവാഫ് ചെയ്യുന്നത് അത്രയും സൗകര്യമായിരിക്കും. ഡിസ്റ്റൻസ് കൂടും, പക്ഷെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം നോക്കുക, തിരക്കൊക്കെ നോക്കി. വലിയ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാർ വലിയ തിരക്കിലേക്ക് പോകാതിരിക്കുക, കുറച്ച് സമയം എടുത്താലും അടുത്ത ദിവസമൊക്കെ ചെയ്യുന്ന. നീ ഇപ്പോ ദുൽഹജ്ജ് 10 ചെയ്യേണ്ട കർമ്മങ്ങളാണിത്. ഈ 10 ഒരാൾക്ക് തവാഫുൽ ഇഫാദ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പിറ്റേന്ന് ചെയ്യാവുന്നതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയത് കൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് ബാധിക്കില്ല. ഒരാൾക്ക് ഭയങ്കര സുഖമില്ലാത്ത അവസ്ഥ ഉണ്ട്, അയാൾക്ക് ഒരിക്കലും ആ സമയത്ത് ഈ ഹജ്ജിന്റെ സഅയ് നേരത്തെ ചെയ്യുന്നവരുണ്ട്. തവാഫുൽ ഖുദൂം കഴിഞ്ഞിട്ട് അവര് ഹജ്ജിന്റെ സഅയ് ചെയ്തിട്ട് അത് ഹജ്ജിന്റെ നെയ്യത്തിൽ സഅയ് ചെയ്യുന്ന, അങ്ങനെയും ചെയ്യുന്ന ആളുകളാണ്. അത് ഞാൻ സാഹിബ് ചോദിച്ച ആ ചോദ്യത്തില് ഇപ്പോ തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് ഈ തവാഫുൽ ഇഫാദയുടെ കൂടെ സഅയ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരാൾ ഇഫ്രാദായിട്ടാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് തവാഫുൽ ഇഫാദ മാത്രം ചെയ്താൽ മതി, സഅയ് ചെയ്യേണ്ടതില്ല. തവാഫ് മാത്രം ചെയ്തിട്ട് അയാൾക്ക് തിരിച്ചു വരാം. ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾക്കും വേണമെങ്കിൽ തവാഫ് മാത്രം ചെയ്താൽ മതി, അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, സഅയ് ചെയ്യേണ്ടതില്ല എന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ. ആദ്യം സഅയ് ചെയ്തു. അത് കാരണം അയാള് നേരത്തെ ഉംറയുടെ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഇഫ്രാദായിട്ട് ഒരാൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒറ്റക്ക് ഹജ്ജിന്റെ സംഗതി ആയതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, സഅയ് ചെയ്യേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, അതിമുൽ ഹജ്ജ വൽ ഉംറത്തൽ ഇല്ല എന്ന് പറഞ്ഞു, ഒക്കെ പൂർത്തിയാക്കി ചെയ്യലായിരിക്കും അതിൻ്റെ ഭംഗി. ദുൽഹജ്ജ് 10 ഒരാൾ പോയി തവാഫ് ചെയ്യുന്നു, ഒരു സഅയും കൂടി ചെയ്ത് തിരിച്ചു വരാൻ എന്താ പ്രശ്നം? സഅയും കൂടി നേരത്തെ തന്നെ ചെയ്ത് വെക്കണം എന്നില്ല. തമത്വമായിട്ട് ചെയ്യുന്ന ആള് ആ ദുൽഹജ്ജ് 10 തന്നെ അത് ചെയ്യലായിരിക്കും അതിൻ്റെ ഏറ്റവും അഫ്ളലായ സംഗതി. പിന്നീട് ദുൽഹജ്ജ് 10 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും ടയർഡാവും. ഒരു തവാഫും സഅയൊക്കെ കഴിഞ്ഞതോടുകൂടി എന്നാൽ പിന്നെ ഇനി മക്കത്ത് താമസിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. അയാൾ തിരിച്ചങ്ങോട്ട് തന്നെ വരണം, മിനയിലേക്ക് തന്നെ വരണം. അതായത് ആ അയ്യാമു തശ്രീക്കിൽ യഥാർത്ഥത്തിൽ ഹറമിനേക്കാൾ എന്താണ് കൂടുതൽ പ്രാധാന്യമുള്ളത് മിനയിലാണ്. മിനയിലെ ആ 2 റക്അത്ത് നമസ്കാരത്തിനാണ് നമ്മൾ ഹറമിൽ നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം എന്നാണ്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരാളത് ചെയ്യുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഞാൻ സായി പറഞ്ഞ പോലെ അയാൾ എവിടെ നിൽക്കേണ്ടത്, മിനയിലാണ്. ഒരാൾ ഒരു മക്കത്ത് 1,00,000 പ്രതിഫലമല്ലേ, അവിടെ സാധാരണക്കാരല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ തിരിച്ച് നിങ്ങൾ വീണ്ടും മീനയിലെത്തുന്നു. മീനയിലെത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളത്? 11, 12, 13. പിന്നെ ഇനിയുള്ള ഈ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അയാൾ ചെയ്യേണ്ടത് 3 ജംറകളിലും 7 വീതം കല്ലെറിയാം. ആദ്യം ജംറത്തു സുഹറയിൽ പോകുന്നു, 7 കല്ല്, ചെറിയ കല്ലുകൾ എറിയും. അപ്പോൾ എറിയാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ഥലത്ത് നിന്ന് എറിഞ്ഞാൽ മതി. പിന്നെ ജംറത്തുൽ ഉസ്തയിൽ പോകുന്നു, 7 കല്ലെറിയുന്നു. പിന്നെ ജംറത്തുൽ അഖബയിൽ പോകുന്നു, 7 കല്ലെറിയുന്നു. തിരിച്ചയാൾ അയാളുടെ റൂമിലേക്ക്. ഈ ഒരൊറ്റ കർമ്മ അയാൾ അവിടെ ചെയ്യേണ്ടതുള്ളൂ. 3 സ്ഥലത്തും 7 വീതം കല്ലെറിയും, 21 കല്ലെറിയും. ഓരോ ദിവസമുള്ള പണി ഇത് മാത്രമേ ആകുന്നു. പിന്നെ റൂമിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതുന്നു, കാര്യങ്ങൾ വർത്താനം പറയുന്നു, സംസാരിക്കുന്നു, പഠിച്ചവനോട് പാപമോചനം തേടുന്നു. ഇവര് യഥാർത്ഥത്തിൽ പൂർണ്ണ വിരാമമായത് വാങ്ങുന്നത് എപ്പോഴാണ്? അതും നല്ലത്. ഇപ്പോൾ
നമ്മൾ നേരത്തെ മുടിയെടുക്കുന്നതോടുകൂടി അർദ്ധവിരാമം അർദ്ധവിരാമം പകുതിയായി. പകുതിയായി. അപ്പൊ അയാൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, പക്ഷെ അപ്പോഴും ബാക്കി പകുതി അവിടെ കിടക്കുന്നുണ്ട്. അയാൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇയാൾ പോയിട്ട് പിന്നെ തവാഫുൽ ഇഫാദ നിർവഹിക്കുന്നതോടുകൂടി അയാൾ പൂർണ്ണ വിരാമം. അതോടുകൂടി ഇഹ്റാമിൽ നിന്ന് പിന്നെ അയാൾ വിരമിച്ചു. പിന്നെ മിനയിൽ വന്ന് താമസിക്കുന്നതൊക്കെ ഇഹ്റാമിലല്ലാത്ത രൂപത്തിലാണ്. അവിടെ ഭാര്യയും ഭർത്താവിന് ഒരൊറ്റ ടെന്റാണെങ്കിൽ അവർക്ക് വേണം. തവാഫുൽ ഇഫാദ മാത്രം മതിയോ അതോ സഅയും കൂടെ കഴിയുമ്പോഴാണ്? തവാഫുൽ ഇഫാദ കഴിയുമ്പോഴേക്ക് തന്നെ അയാൾക്ക് പൂർണ്ണ വിരാമമായി. അതെ. എന്നിട്ട് അയാൾക്ക് തവാഫുൽ ഇഫാദയും പിന്നെ സഅയും കഴിഞ്ഞ് സ്വാഭാവികമായും അയാൾ റൂമിലെത്തുന്നു. അതോടുകൂടി അയാൾ എന്താവും? പൂർണ്ണ വിരാമം. ഇഫാദ കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണ വിരാമമാവും. അപ്പോൾ അയ്യാമു തശ്രീക്ക് ആണ് നമ്മൾ 3 ദിവസങ്ങളിൽ നമ്മൾ 3 ജംറകളിൽ 7 വീതം കല്ലെറിയണം. അപ്പോൾ നമ്മൾ 70 കല്ലുകളും അപ്പോൾ പൂർത്തിയാവും. അപ്പോൾ 12-ന് വേണമെങ്കിൽ നമുക്ക് പോകാം. അവിടെ നിന്ന് അയ്യാമു തശ്രീക്കിൽ 11ഉം 12ഉം ജംറയിൽ കല്ലെറിഞ്ഞ് പോകാം. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോൾ മിനയിൽ നിന്നും പോകണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ 12-ാം തീയതി പോകണമെന്ന് വിചാരിക്കുന്ന ആളുകൾ മിനയിൽ നിന്ന് സൂര്യാസ്തമയത്തിന് മുമ്പേ വിടണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടത്. സൂര്യാസ്തമനമായി കഴിഞ്ഞാൽ അവർ പിറ്റേന്നും കൂടെ നിന്നിട്ടേ പോകാൻ പറ്റും. സാധാരണഗതിയിൽ ഒരാൾ ഇപ്പോൾ ഒരു ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ അസ്ർ നമസ്കാരം കഴിഞ്ഞ് അയാൾക്ക് മിന വിടാം. പക്ഷെ ചിലപ്പോഴൊക്കെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഞാൻ മിന വിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നു, ബസ്സിൽ കയറി, ബസ് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലോക്കായി. പിന്നെ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് പ്രശ്നമല്ല. ഇയാൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. അതിന് വേണ്ടി ബോർഡർ കിടക്കണമെന്നില്ല. അത് അയാളെ കുഴപ്പം കൊണ്ടല്ല. അപ്പൊ 2 കഴിഞ്ഞ് പോണവരുടെ കയ്യിലേ ഒരു 21 കല്ല് കയ്യിലുണ്ടാവും. പിച്ചെന്നറിയേണ്ടത് അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അതൊക്കെ പുറത്തേക്കാൻ കിട്ടാൻ അപ്പോ എറിയാൻ ആരെങ്കിലും ഏൽപ്പിക്കണോ? അങ്ങനെ ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ 11-നും 12-നും എറിഞ്ഞു തന്നെ മതി. കാരണം അയാളുടെ ഒരു കർമ്മത്തിൽ എന്തെങ്കിലും ഒരു നുക്സാൻ ഉണ്ടാകുകയാണെങ്കിലാണല്ലോ അയാളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കുറവൊന്നും അതിലില്ല. പക്ഷെ നല്ലത് എന്താണ് പിറ്റേന്ന് അത്. പക്ഷെ ഈ സംഗതി വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. നിയാസ് സാഹിബ് ചോദിച്ചപ്പോ അതിൽ വരാവുന്നൊരു ചോദ്യം കൂടി നമ്മൾ അഡ്രസ് ചെയ്യാം. എറിയാൻ പറ്റാത്ത ആൾക്ക് വേറെ ഒരാളെ എറിയാൻ ഏൽപ്പിക്കാവുന്നതാണ്. അത് അയാൾക്ക് ചെയ്യാം. ഉദാഹരണത്തിന് പ്രായമായ ആൾക്കാർ അവിടെ പോയി ആ തിരക്കിൽ പോയി എറിയാൻ പറ്റില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ഉദാഹരണത്തിന് ദുൽഹജ്ജ് 11-ാം തീയതി അയാൾ 21 കല്ലെറിയണമല്ലോ. ഈ 21 കല്ല് ഞാൻ നിയാസ് സാഹിബിനെ ഏൽപ്പിക്കണം, എനിക്കൊന്ന് വരാനൊരു രക്ഷയില്ല, നിങ്ങൾ എറിയണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 21 42 കല്ലുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ചെന്ന് ഈ ജംറത്തുൽ സുഹറയിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടി 7 കല്ലെറിയും. എന്നിട്ട് പിന്നെ എനിക്ക് വേണ്ടി 7 കല്ലെറിയും. ജംറത്തുൽ ഉസ്തയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആദ്യം 7 കല്ലെറിയുക, പിന്നെ എനിക്ക് വേണ്ടി 7 കല്ലെറിയുക. അപ്പോൾ കല്ലെറിയുമ്പോൾ നിയത്ത് ഇങ്ങനെ വെച്ചാൽ മതി. ആദ്യം നിങ്ങൾക്ക് വേണ്ടി എറിയുന്നു, പിന്നെ നിങ്ങൾ ഫൈസൽ സാഹിബ് എന്നെ ഏൽപ്പിച്ചാണ് അതിനു വേണ്ടി ഞാൻ എറിയുന്നു. ഈ എറിയുമ്പോ ഉണ്ടല്ലോ ആ തൂണിലിട്ട് തന്നെ എറിയണമെന്നുണ്ടോ അത് ആ കുഴിയിൽ വീണാൽ മതിയാണ്? ചില കല്ലൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് റിട്ടേൺ ഒക്കെ അടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് അതിൽ വല്ലാതെ വിശ്വാസം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ തന്നെ ഷൂട്ട് ചെയ്ത് കൊള്ളിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ വളരെ വിശാലാക്കിയിട്ടുണ്ട്. വലിയൊരു തോണി പോലെ വലുതാക്കിയിട്ട്, വലിയൊരു തോണി പോലെ അല്ലെങ്കിൽ വലിയൊരു ബോട്ട് പോലെയാണ്. എവിടെയെങ്കിലും പോയി വീണാൽ മതി. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, മുന്നിലുള്ള ആളുടെ തലക്കിട്ട് എറിയാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ അബദ്ധത്തിൽ എറിയുമ്പോൾ അയാളുടെ തലക്ക് കൊണ്ടു വിചാരിച്ചിട്ട് അത് വലിയൊരു പ്രശ്നമല്ല. പക്ഷെ അതിലെവിടെയെങ്കിലും പോയി വീണാൽ മതി. അപ്പോൾ 21 കല്ല് ഒരാൾക്ക് വേണമെങ്കിൽ വേറെ ആൾ എറിയാനും ഏൽപ്പിക്കും. വേറൊരു കർമ്മം അങ്ങനെ പറ്റില്ല. അയാൾ തന്നെ ചെയ്യണം. അത് അയാൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ജംറയില എറിയൊക്കെ കഴിഞ്ഞു, അയ്യാമു തശ്രീഖ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ മക്ക വിട്ട് പോകുമ്പോൾ നമ്മളുടെ അവസാനത്തെ ഒരു ഹൃദയ ബന്ധം ഉണ്ടല്ലോ കഅബാലയത്തോട് ആയിരിക്കണം എന്നില്ലേ? അപ്പോൾ അവിടെ ഒരു കർമ്മം ഉണ്ടല്ലോ. ആ കർമ്മത്തിന് പേര് തവാഫുൽ വിദാ എന്ന്. ശരിക്കും ആ പേരിൽ തന്നെ ആ അതിൻ്റെ ആശയവും അർത്ഥവും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പണ്ഡിതൻ്റെ ക്ലാസ് ഞാൻ കേട്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബിയോട് പറയുന്നുണ്ട്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ.
അവിടെ മാ വദ്ദഅക എന്ന് പറഞ്ഞു, പിന്നെ വമാ ഖലാക എന്ന് പറഞ്ഞില്ല. സാധാരണഗതിയിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖലാക എന്നല്ലേ പറയേണ്ടത്. ഖുർആനിൽ അവിടെ മാ വദ്ദഅക എന്ന് പറഞ്ഞതുപോലെ വമാ ഖലാക എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അതിന് വിശദീകരിച്ചപ്പോൾ ചിന്തനീയമായൊരു നിരീക്ഷണമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, വിദാഴ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവർ തമ്മിൽ വിട പറയുമ്പോൾ പറയുന്നൊരു വർത്തമാനമാണ്. കല എന്ന് പറയുന്നത് വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹത്തിന്റെ വിദാഴ് നബിയോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദേഷ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ അത് നബിയോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിദാ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളതിനോട് വിട പറയുന്നതിനെയാണ് വിദാ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര നേരവും നമ്മുടെ ഹൃദയം കെട്ടുപിണഞ്ഞ് കിടന്നിരുന്ന കഅബയോട് നമ്മൾ വിട പറയാം. അതിനാണ് തവാഫുൽ വിദാ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മക്കയോട് വിട പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ 4 മണിക്ക് പോവാണ്, അപ്പോൾ 2 മണിക്കോ 3 മണിക്കോ പോയിട്ട് ചെയ്യാവുന്ന സംഗതി. എപ്പോഴാണോ നിങ്ങൾ മക്ക വിടുന്നത് അതിന് തൊട്ട് മുമ്പ് പരമാവധി നേരത്തെ അതിനോട് അടുപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. ഈ ഹജ്ജിന്റെ റുക്നുകളുണ്ട്, വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ചില കർമ്മങ്ങൾ വിട്ടുപോയ ഹജ്ജ് പോയി. ചിലതിന് നമുക്ക് പകരം ബലി കൊടുത്താൽ മതിയാവും, നോമ്പ് മതിയാവും. ചിലതിന് വിട്ടുപോയ ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് ഈ വാജിബ്, റുക്ന്, സുന്നത്ത് എന്നൊക്കെ പറയുന്നത്? അത് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി. ഹജ്ജിന് ഫർളുകളുണ്ട് അല്ലെങ്കിൽ റുക്നുകളുണ്ട്, ഹജ്ജിന് വാജിബാത്തുകളുണ്ട് അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, ഹജ്ജിൽ ചെയ്യൽ അഭിലഷണീയമായ കാര്യങ്ങൾ, അതിനാണ് സുന്നത്ത്. അപ്പോൾ ഇത് 5 റുക്നുകളുണ്ട് എന്നാണ് പൊതുവെ ഉള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതിൽ ചെറിയ മദ്ഹബുകൾക്കിടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതെ, അതായത് 1 ഇഹ്റാം, 2 അറഫ, അറഫയിൽ നിൽക്കൽ നിർബന്ധമായും. ഒരാൾക്ക് ഇപ്പോൾ അറഫയിൽ നിൽക്കാൻ പറ്റിയില്ല, പോയി ഹജ്ജ് അയാളെ സംബന്ധിച്ചിടത്തോളം ആ തവണത്തെ ഹജ്ജ് അയാൾക്ക് ലഭിക്കുന്നില്ല. 3ാമത്തെ സംഗതി എന്ന് പറയുന്നത് തവാഫുൽ ഇഫാദയാണ്. ഒരാൾക്ക് തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് കിട്ടിയില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10-ാം തീയതി ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, 11-ാം തീയതി ചെയ്യണം അല്ലെങ്കിൽ 12-ാം തീയതി ചെയ്യണം. ഹജ്ജ് അവിടെ നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് അയാൾ തവാഫുൽ ഇഫാദ നിർവഹിച്ചിരിക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന് സഅയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തമത്തു ആളുകൾ എന്തായാലും സഅയ്, തമത്തു ഖിറാനൊക്കെ ചെയ്യുന്ന ആൾക്ക് സഅയ് നിർബന്ധമാണ്. പിന്നീട് മുടിയെടുക്കൽ. ഈ 5 കാര്യങ്ങളും ഹജ്ജിന്റെ ഫർളുകൾ അല്ലെങ്കിൽ റുക്നുകൾ. എന്താ അതിന്റെ പ്രത്യേകത? ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ ഹജ്ജ് പോയി, പിന്നെ ഹജ്ജില്ല, പിന്നെ അയാൾ അടുത്ത കൊല്ലം വന്നു ഹജ്ജ് ചെയ്യാം. നേരെ മറിച്ച് നിയാസാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാജിബാത്തുകളുണ്ട് അല്ലെങ്കിൽ വാജിബുകൾ എന്ന് പറയും. അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഒരാളത് ചെയ്യാതിരുന്നാൽ അയാൾക്ക് പ്രായച്ചിത്തം ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രായച്ചിത്തം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ തമത്വമായ ഹജ്ജ് ചെയ്യുന്ന അയാള് ബലിയർക്കുന്നുണ്ട് അല്ലേ എന്നതുപോലെ അയാള് ഇതുപോലെ ഈ വാജിബുകളിൽ ഏതെങ്കിലും അയാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് അതിന് പ്രായച്ചിത്തമായി ഈ ബലിയർത്താൽ മതി. ഈ ഹജ്ജിന്റെ ഇതിൽ ഹംലകളില് ഹജ്ജ് കാമിൽ എന്ന് പറയുന്നത്, ഹജ്ജ് കാമിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവില്ലേ. മറ്റേതില് ഈ പറഞ്ഞ മുസ്ദലിഫ ഒന്നും ഉണ്ടാവില്ല. ശരി. അപ്പോൾ കാരണം വാജിബ് ആണല്ലോ, വാജിബുകൾ കട്ട് ചെയ്തിട്ട് അതിന് കൊടുത്ത് അപ്പോൾ എളുപ്പമുള്ള സംഗതികൾ മാത്രം, അതായത് റുക്കിനുകൾ മാത്രം ഇങ്ങനെ ചെയ്തു പോകുന്ന ആ രീതിയിൽ ഹജ്ജ് ചെയ്യുന്നതും ആളുകളെ കാണാൻ സാധിക്കും. നമ്മള് റുക്കിനുകൾ പറഞ്ഞു ഫൈസൽ, നമ്മള് വാജിബുകൾ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യല് നിർബന്ധമാണ്, പക്ഷെ ചെയ്യാതിരുന്നാൽ അത് ഹജ്ജിന്റെ തിളക്കത്തിന് കോട്ടം പറ്റും. പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടി പിന്നെ അയാൾ എന്ത് ചെയ്യണം? ബലിയർക്കണം അല്ലെങ്കിൽ പ്രായച്ചിത്തം ചെയ്യണം. ബലിയർക്കാൻ പറ്റാത്ത ആൾക്ക് 10 ദിവസം നോമ്പെടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ റുക്കനുകളുടെ കാര്യം, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് വാജിബിൽപ്പെട്ടതാണ്, വാജിബാത്തിൽപ്പെട്ടതാണ്. ഒരാള് മീഖാത്ത് കടന്നു പോകുന്നു ബൈ മിസ്റ്റേക്ക്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതില് പിന്നെന്ത് ചെയ്യാം? ബലിയർത്തുകൊണ്ട് അയാൾക്ക് പറ്റിയ ഈ അബദ്ധം തിരുത്താനോ അല്ലെങ്കിൽ തിരുത്താനുള്ള സംവിധാനങ്ങളോ അയാൾക്ക്
ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ദലിഫയിലെ രാപ്പാർക്ക്. ഒരാൾക്ക് ഒരു രക്ഷയില്ല, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നേരെ അയാൾ അറഫയിൽ നിന്ന് മിനയിലേക്ക് പോകാൻ. മുസ്ദലിഫയിൽ ആൾക്ക് ടച്ച് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളും എന്ത് ചെയ്യണം? ബലിയർക്കും. അതും വാജിബാത്തിൽ പെട്ടതാണ്. മറ്റൊന്ന് ജംറകളിലെ കല്ലേറ്. നമ്മൾ പറഞ്ഞു ജംറകളിൽ പോയിട്ട് കല്ലെറിയണം എന്നാണ്. 11, 12 കല്ലെറിയണം, 10 കല്ലെറിയണം, 11 കല്ലെറിയണം, 12 കല്ലെറിയണം. ആകെ ഓപ്ഷനിൽ ഏതാണ്? 13 കല്ലെറിയണം. അപ്പൊ ജംറകളിലെ കല്ലേറും എന്താണ്? വാജിബാത്തിൽപ്പെട്ടതാണ്. ഒരാൾക്ക് ജംറകളിൽ കല്ലെറിയാൻ തീരെ പറ്റുന്നില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ് ചെയ്യാൻ ഒരാൾക്ക് കല്ലെറിയാൻ ഏൽപ്പിക്കാം. പക്ഷെ തീരെ ഏൽപ്പിക്കാനും പറ്റില്ല, അയാൾക്ക് കല്ലെറിയാനും പറ്റിയില്ലെങ്കിൽ അയാൾ ബലിയർക്കണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. മറ്റൊന്ന് 10, 11, 12 ഈ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്ക്. മിനയിലാണ് അയാൾ താമസിക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആൾ ഹറമ താമസിക്കരുത്. മിനയിൽ രാപ്പാർക്കൽ എന്താണ്? വാജിബാണ്. അയാൾ അവിടെ താമസിക്കുന്നില്ലെങ്കിൽ, പറ്റിയില്ലെങ്കിൽ അയാൾ അതിന് പകരം ബലിയർക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. 5-മത്തെ കാര്യം എന്ന് പറയുന്നത് തവാഫുൽ വിദാ. എല്ലാവർക്കും നിർബന്ധമായ സംഗതിയാണ്. പക്ഷെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹജ്ജ് ഇല്ലാതാവൂല. അയാൾക്ക് എന്ത് ചെയ്യാം? ബലി അറുത്തുകൊണ്ട്. അപ്പൊ ഈ ബലി അറുക്കാൻ ഒരാൾക്ക് പൈസ ഇല്ലെങ്കിലോ അപ്പൊ അയാൾ 10 ദിവസം നോമ്പെടുക്കുക. അങ്ങനെ അയാൾക്ക് ചെയ്യാവുന്നതാണ് അതിന് പ്രായശ്ചിത്തമായിട്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഇഹ്റാമിൽ എന്തെങ്കിലുമൊക്കെ ഭംഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനും അതെ, അത്തരം സംഗതികൾക്ക് പ്രായശ്ചിത്തം എന്തിനും പ്രായശ്ചിത്തമായിരുന്നു നല്ലത് ബലിയാണ്. പിന്നെ ഇപ്പൊ ഇത്തരത്തിലുള്ള സ്ഖലിതങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സുഗന്ധം പൂശാൻ പാടില്ല, ഒരാളറിയാതെ സ്പ്രേ അടിച്ചു, അങ്ങനത്തെ സംഗതികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ബലിയർക്കുക, അല്ലെങ്കിൽ മുടി വെട്ടി സമയത്ത് അയാൾ അറിയാതെ സഴി ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ മുടി വെട്ടി, അപ്പോൾ അയാളുടെ പൂർത്തിയായിട്ടില്ലല്ലോ, സഴി പൂർത്തിയായിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ ബൈ മിസ്റ്റേക്ക്, ശരിക്കും പറഞ്ഞാൽ അബദ്ധം പറ്റിയതിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക എന്നതോടൊപ്പം തന്നെ അയാൾക്ക് ചെയ്യാവുന്ന ഒരു പ്രായശ്ചിത്തമാണ് ഈ ബലി എന്ന് പറയുന്നത്. പിന്നെയുള്ള നമുക്ക് സുന്നത്തായ കാര്യങ്ങളാണ്. ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട സുന്നത്തുകളിൽ തവാഫുൽ ഖുദൂം സുന്നത്താണ്. കാരണം ഈ പറഞ്ഞ പോലെ വാജിബാത്തിലോ ഞാൻ 1-2 സംഗതികൾ വേണമെങ്കിൽ നമുക്കൊന്നൊരു സുന്നത്തായ സംഗതികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇഹ്റാമിന് മുമ്പുള്ള കുളി, അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. പുരുഷന്മാർ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. തെൽബിയത്ത് ഉച്ചത്തിൽ ചൊല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ അറഫ ദിവസത്തിലെ തലേന്ന് രാത്രി, അതായത് ദുൽഹജ്ജ് 8 രാത്രി മിനയിൽ വന്ന് പാർക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ അറഫയിലേക്ക് വരാം, ഹജ്ജിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇളുത്തിബാഴ്, ചുമല്, വലത്തെ ചുമല് മസില് കാണിച്ചു കൊടുക്കുക. റമല് എന്ന് പറയുന്ന ഈ കുലുങ്ങി ഓടുക. അതുപോലെ തന്നെ ഈ ഇവിടെ സഴി ചെയ്യുന്നിടത്തുള്ള ഈ ഓട്ടം, ഈ ഇങ്ങനത്തെ സംഗതികളിൽ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തവാഫുൽ ഖുദൂം, മഖാം ഇബ്രാഹിമിൻ്റെ അവിടെ വന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കൽ, സംസം വെള്ളം കുടിക്കൽ, ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊന്നും ഹജ്ജിന് അത് ചെയ്തിട്ടില്ലെങ്കിലും ഹജ്ജിന്റെ സിഹത്തിനെ ബാധിക്കില്ല. അപ്പോൾ ഫൈസാബ് ഹജ്ജിന്റെ കർമ്മങ്ങൾ വളരെ മനോഹരമായി ലളിതമായിട്ട് നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ വളരെ ലളിതമായി, എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ വിശാലമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഹജ്ജിന് പോകുന്ന ആളുകൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്രൂറുമായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധരായി തിരിച്ചു വരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.